विहारी जय राधा माधव जय कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम രാമ രാമ ഹരേ ഹരേ. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളുടെ സംക്ഷിപ്ത രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപസംഹരിച്ചു. ഇനി കുറച്ച് സാവധാനത്തോടു കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയെ പഠനം ചെയ്യാനായിട്ട് സാധിക്കും. അതിനു മുമ്പ്
ശ്രീമദ് ഭഗവത്ഗീത എന്താണെന്നും ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കാനുള്ള സാഹചര്യം എന്താണെന്നും അതിന്റെ അവസരങ്ങളെ കുറിച്ച് അതിന്റെ വേദിയെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പല ആളുകൾക്കും, അതായത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വളരെ കുറച്ച് നാളുകളായിട്ട് സത്സംഗത്തിലൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. ശ്രീമദ് ഭാഗവതം തന്നെയാണോ ശ്രീമദ് ഭഗവത്ഗീത? പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോ അതിനെ കുറിച്ചിട്ടെല്ലാം നമുക്ക് നല്ല പോലെ ഒരു തത്വവിചാരം ചെയ്താൽ മാത്രമേ ശ്രീമദ് ഭഗവത്ഗീത എന്താണെന്നും ശ്രീമദ് ഭാഗവതം എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സനാതനധർമ്മത്തിന്റെ ഈറ്റില്ലമാണ് ഭാരതം, ഭാരതവർഷം അഥവാ ഭാരതഖണ്ഡം. കാരണം ലോകത്തിന് മുഴുവൻ ആ പ്രകാശം വിതറിക്കൊണ്ട് ചൊരിഞ്ഞുകൊണ്ട് ആ ജ്ഞാനം മുഴുവൻ ലോകത്തിന് പ്രദാനം ചെയ്ത ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. പണ്ട് മുതലേ എല്ലാ അവതാരങ്ങളും, കൂടുതൽ അവതാരങ്ങളും, അതുപോലെ തന്നെ മഹർഷിമാരും, അതുപോലെ തന്നെ സർവവേദങ്ങളും ഉപവേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ആവിർഭവിച്ചത് നമ്മുടെ ഭാരതത്തിൽ നിന്നാണ്. വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമേ ഭാരതത്തിന്റെ പുറത്തേക്ക് പോയിട്ടുള്ളൂ. ഇത്രയും കുലീനമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള ആ ഭാരതം അന്നും ഇന്നും അനേകം വിദേശ ആക്രമണത്താലും അതുപോലെ തന്നെ പല പല പ്രകൃതി ദുരന്തത്താലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്നും അതിജീവിക്കുന്നത് അസനാതനധർമ്മത്തിന്റെ മഹത്വം കൊണ്ടാണ്. മറ്റുള്ള മതങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഈജിപ്ഷ്യൻ സംസ്കാരം, മൊസോപ്പൊട്ടോമിയൻ സംസ്കാരം, റോമൻ സംസ്കാരം, ശ്രീലങ്കൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ജാപ്പനീസ് സംസ്കാരം, അങ്ങനെ അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം ഇന്ന് നാമാവശേഷമായിട്ട് തകർന്നടിയുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്നും 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10,00,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേ സനാതന സംസ്കാരം തന്നെയാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. അതിന് പാത്രീഭവിച്ചതാകട്ടെ നമ്മുടെ മഹർഷിമാരുടെയും മുനിമാരുടെയും യോഗികളുടെയും മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരുടെയും പ്രചാരകന്മാരുടെയും അതുപോലെ തന്നെ ക്ഷത്രിയ രാജാക്കന്മാരുടെയും രാജർഷിമാരുടെയും ബ്രഹ്മർഷിമാരുടെയും എല്ലാം കഴിവുകൊണ്ടാണ്. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടാതെ ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് പോകുന്നത് ശരിയല്ല. നമുക്ക് അവരെ അല്പം പരിചയപ്പെട്ടിട്ട് വേണം നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് കടക്കാനായിട്ട്. കാരണം ഭഗവാൻ തന്നെ 4-ാം അധ്യായത്തില് ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷാഗവേ അബ്രവീത്. അർജുന, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു ജ്ഞാനമുണ്ടല്ലോ, അത് ഞാൻ ഈ ജഗത്തിന്റെ ആരംഭത്തില് സർഗാദിയില് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള സത്യവ്രതൻ എന്നറിയപ്പെടുന്ന വൈവസ്വതമനു തന്റെ പുത്രന്മാരായിട്ടുള്ള ഇക്ഷ്വാകുവിനും വികുഷിക്കും മറ്റുള്ളവർക്കും പകർന്നു നൽകി. അവരുടെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും നൽകി. പക്ഷെ കാലക്രമേണ ഇത് പതുക്കെ പതുക്കെ നശിച്ചു. അതുകൊണ്ടാണ് നിനക്ക് അതേ ജ്ഞാനം തന്നെ ഞാൻ നിനക്ക് ഇപ്പൊ വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഭഗവത്ഗീത ആരംഭിക്കുന്നത് എപ്പോഴാണ്? സർഗാദിയിലാണ്. അല്ലാതെ വെറും 1265 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമല്ല ശ്രീമദ് ഭഗവത്ഗീത. മറിച്ച് ശ്രീമൻ നാരായണൻ അബ്രഹ്മാവിനും ബ്രഹ്മാവ് പിന്നീട് തന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും ഇങ്ങനെ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ അല്ലെങ്കിൽ വംശപരമ്പരയിൽ കൂടെ വന്നിട്ടുള്ള ഒരു ജ്ഞാനമാണെന്ന് മനസ്സിലാക്കാം. 2 തരം രാജാക്കന്മാരാണ് ഭാരതം ഭരിച്ചിരുന്നത്. ഒന്ന് സൂര്യവംശ രാജാക്കന്മാര്, 2 ചന്ദ്രവംശ രാജാക്കന്മാര്. അതെല്ലാം അവസാനിച്ചതിന് ശേഷമാണ് വിദേശാധിപത്യമെല്ലാം ഉണ്ടായത്. അതും വളരെ വർഷങ്ങളോളം നീണ്ടു നിന്നു. പക്ഷെ ഇവരെക്കാളെല്ലാം മുന്നേ നമ്മുടെ സത്യയുഗത്തില് അല്ലെങ്കിൽ കൃതായുഗത്തിന്റെ ആരംഭത്തില് സൂര്യവംശ രാജാക്കന്മാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. സൂര്യവംശം എന്നറിയപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പേരിൽ തന്നെയുണ്ട്. ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്ന്. എങ്ങനെയാണ് സൂര്യവംശം ഉണ്ടായത്? എല്ലാവർക്കും അറിയാം. ശ്രീമൻ നാരായണൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ, വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതിൽ നിന്ന് ബലരാമൻ, സംഘർഷണൻ, അതിൽ നിന്ന് ചതുർവ്യൂഹ രൂപങ്ങൾ, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം ആശയക്കുഴപ്പത്തിലാവും. അതുകൊണ്ട് ശ്രീമൻ നാരായണനിൽ നിന്ന് നമ്മുടെ ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ് ജനിച്ചു. ബ്രഹ്മാവിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കഥകളെല്ലാം കേട്ടു. സപ്തർഷികൾ ഉണ്ടായി. മരീചി, അത്രി, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ, അങ്കിരസ്. അദ്ദേഹത്തിന്റെ പല പല അംഗങ്ങളിൽ നിന്ന് കർദമ പ്രജാപതി, ഭൃഗു,
ദക്ഷ പ്രജാപതി, അഗ്നിദേവൻ, ജാംബവാൻ, സരസ്വതി, നാരദ മഹർഷി ഇവരെല്ലാം ഉണ്ടായി. അതില് ആ സപ്തർഷികളിലെ കേമനായിട്ടുള്ള മരീചി കർദമ പ്രജാപതിയുടെ മകളായിട്ടുള്ള കലയെ വിവാഹം കഴിച്ചു. വേറെയും സ്ത്രീകളെയും വിവാഹം കഴിച്ചിട്ടുണ്ട്, ഊർണ, സംഭൂതി, ധർമ്മവൃത. പക്ഷെ അതില് കലയായിരുന്നു ഏറ്റവും മിടുക്കി. കലയിൽ നിന്നാണ് കശ്യപ പ്രജാപതി ഉണ്ടായത്. കശ്യപ പ്രജാപതിയും ദക്ഷ പ്രജാപതിയുടെ 13 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് അതിഥി, ദിതി, ധനു, അരിഷ്ട, സുരസ, സുരഭി, വിനത, കദ്രു, താമ്ര, ക്രോധവശ, ഇള ഇവരെയാണ് വിവാഹം കഴിച്ചത്. അതില് അതിഥിയിൽ നിന്ന് ആദിത്യന്മാർ 12 ആദിത്യന്മാര്, 12 ആദിത്യന്മാരുണ്ടായി. വിഷ്ണു, ഇന്ദ്രൻ, പൂഷ്ടാവ്, വിവസ്വാൻ. നമ്മുടെ സൂര്യദേവനൊക്കെയും അതിഥിയിൽ നിന്ന് കശ്യപ പ്രജാപതിക്ക് ഉണ്ടായതാണ് ആദിത്യന്മാര്. സൂര്യൻ, ആദിത്യൻ എന്നല്ല, അതായത് പ്രകാശം ചൊരിയുന്നവൻ, ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്നവൻ, തനിയെ പ്രകാശിക്കാൻ കഴിവുള്ളവൻ, അതാണ് അതിന്റെ അർത്ഥം. ഇപ്രകാരം വിവസ്വാൻ, വിവസ്വത് എന്നെല്ലാം ചില ഗ്രന്ഥങ്ങളിൽ കാണും, ഒന്ന് തന്നെയാണ്. വിവസ്വത് അല്ലെങ്കിൽ വിവസ്വാൻ എന്നറിയപ്പെടുന്ന സൂര്യദേവൻ ഉണ്ടായി. സൂര്യദേവൻ വിശ്വകർമാവിന്റെ പുത്രിയായിട്ടുള്ള ശരണ്യ അല്ലെങ്കിൽ സപ്ഞയെ വിവാഹം കഴിച്ചു. അതിൽ നിന്നാണ് നമ്മുടെ വൈവസ്വത മനു ഉണ്ടാകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മനു അറിയാം എല്ലാവർക്കും. സങ്കല്പവാക്യങ്ങൾ നമ്മൾ വീടിന് കല്ലിടുന്ന സമയത്ത്, മരണസമയത്ത്, ജാതകരണം സമയത്ത്, അന്നപ്രാശന സമയത്ത്, ദീക്ഷാ സമയത്തെല്ലാം അതാ ആദിത്യ ബ്രഹ്മാവാണ്. ദ്വിതീയ പരാർദ്ധെ അദ്ദേഹത്തിന്റെ 50 വർഷം കഴിഞ്ഞു പോയി. ശ്വേതവരാഹ കൽപ്പേ സപ്തമേ മന്വന്തരെ അഷ്ടാവിംശതമേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരുശിഖരിണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സങ്കല്പവാക്യം ചൊല്ലും. 7ാമത്തെയാണ് മനു ഇവിടെ ഇരിക്കുന്നത്. അതാണ് വൈവസ്വത മനു. അദ്ദേഹത്തിനെ സത്യവ്രത മുനി എന്ന് പറയാറുണ്ട്. മത്സ്യാവതാര സമയത്ത് വലിയൊരു കപ്പല്, ഒരു പേടകമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു നമ്മുടെ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ പറയുന്ന പോലെ തന്നെ നോഹയുടെ പെട്ടകം പോലെയുള്ള ആ ഒരു പേടകമെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത് ഈ സത്യവ്രത മുനിയാണ്. അദ്ദേഹം തന്നെയാണ് വൈവസ്വത മനു. അദ്ദേഹത്തിന് ശ്രാദ്ധദേവൻ എന്നും പറയുന്നുണ്ട്. ഇപ്രകാരമുള്ള ആ വൈവസ്വത മനു ശ്രാദ്ധയെ വിവാഹം കഴിച്ചു, ശ്രാദ്ധാദേവിയെ. അതിൽ നിന്ന് അനേകം രാജാക്കന്മാരെല്ലാം ഉണ്ടായി. ഇവിടെ നിന്നാണ് മനുഷ്യവർഗത്തിന്റെ ആരംഭം. മനുവിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെല്ലാവരും. ഈ മനുവിന് തന്നെയാണ് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീത അല്ലെങ്കിൽ വേദാന്ത സാര സർവസ്വമായിട്ടുള്ള ബ്രഹ്മവിദ്യ, യോഗശാസ്ത്രം എല്ലാം ഉപദേശിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ഇക്ഷ്യാഗു ഉണ്ടായി, ദൃഷ്ണു, ദിഷ്യന്തൻ, ദിഷ്ട, നൃഗൻ, കരൂഷൻ, ഷഡ്യതി, കവി, പിന്നെ ഇള എന്ന് പറയുന്ന ഒരു മകളുണ്ടായി. ഈ ഇളയെയാണ് ബുധൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇക്ഷ്യാഗു വേദരാജപ്രഭുവിന്റെ മകളായിട്ടുള്ള സുദേവയെ വിവാഹം കഴിച്ചു. സുദേവയിൽ നിന്ന് വിഗുഷി ഉണ്ടായി. വിഗുഷി, കുഷി, നിമി, ബ്രഹ്മി, സുന്ദരി തുടങ്ങിയുള്ള പുത്രിമാരുണ്ടായി. വിഗുഷിയെ ശശാദൻ എന്ന് പറയാറുണ്ട്. മുയലിനെ ഭക്ഷിച്ചവൻ. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അവിടെ യാഗവേദിയിൽ ഒരു മുയലിനെ കൊന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കക്ഷി അറിയാതെ ചെന്നിട്ട് അത് ഭക്ഷിച്ചു. അങ്ങനെ ശശാദൻ, ശശാം എന്ന് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലിനെ ഭക്ഷിച്ചവനായതുകൊണ്ട് അവന് ശശാദൻ എന്ന് പേര് വന്നു. പിന്നെ പാപപരിഹാർത്ഥം അനേകം മഹർഷിമാർക്കും മുനിമാർക്കെല്ലാം പശുക്കളെയും സ്വർണ്ണ നാണയങ്ങളെയും എല്ലാം നൽകിയിട്ട് അദ്ദേഹം ആ പാപത്തിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു പുരഞ്ജയൻ, കാഗുസ്തൻ. ഒരു കാളയുടെ പുറത്ത് കയറിയിട്ട് കൊമ്പിന്മേലിരുന്നിട്ടാണ് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാഗുസ്തൻ, ആ കൊമ്പിന്മേലിരുന്ന് യുദ്ധം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് അനേനൻ, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് പൃഥു, വിശ്വഘാതൻ, ആർദനൻ, യുവനാശൻ, ശ്രവാസ്തൻ ഇവരെല്ലാം ഉണ്ടായി. ശ്രവാസ്തന്റെ പുത്രനായിട്ട് അംബരീഷ മഹാരാജാവ് ശ്രവാസ്തന്റെ പുത്രനായിട്ട്. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് കുവലാശൻ ഉണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ദൃഢാശൻ അല്ലെങ്കിൽ കപിലാശൻ ഉണ്ടായി. ഹരിഷ്യൻ, ബഹിരംഗൻ, നികുംബൻ, പ്രസേനജിത്ത്, പിന്നെ നമ്മുടെ മാന്ധാതാവ് ഒരു 20ാമത്തെ തലമുറയാണ് വൈവസ്വത മനുവിൽ നിന്ന്. അതാ മാന്ധാതാവ് ബിന്ദുമതി മാതാജിയെ വിവാഹം കഴിച്ചു. ബിന്ദുമതിയിൽ നിന്നാണ് നമ്മുടെ അംബരീഷൻ, കേമനായിട്ടുള്ള ആ ഒരു ഭഗവത് ഭക്തിയുത സേവനത്തിന്റെ പ്രതീകം എപ്പോഴും ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്ന അംബരീഷ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള അംബരീഷൻ ഉണ്ടായി, പുരുകുത്സൻ ഉണ്ടായി, മുച്ചുകുന്ദൻ. മാന്ധാതാവിന് 3 മക്കളുണ്ടായി. അതില്
അംബരീഷനായിരുന്നു ഏറ്റവും അവസാനം രാജാവായത്. അദ്ദേഹത്തിൽ നിന്ന് ത്രതസ്തു ഉണ്ടായി, സംഭൂതൻ, അനാരണ്യൻ, പ്രഷദശ്യൻ, വസുമാൻ, സുമന്നൻ, ത്രിതവൻ, ത്രയാരുണ്ണി, അതിനുശേഷം സത്യവ്രതൻ അഥവാ ത്രിശങ്ക് ഉണ്ടായി. ഈ സത്യവ്രതൻ 3 പാപങ്ങൾ ചെയ്തു. ഒന്ന്, വസിഷ്ഠ മഹർഷിയെ അപമാനിച്ചു, അദ്ദേഹത്തിന്റെ പശുവിനെ കൊന്ന് മാംസം ഭക്ഷിച്ചു, അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു. ഇങ്ങനെ 3 പാപങ്ങൾ ചെയ്തു. അവസാനം വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് പാപം ചെയ്തിരിക്കുന്നു, ഗോഹത്യ പാപം ചെയ്തിരിക്കുന്നു, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റാന്ന് ചോദിച്ചു. അവസാനം ഇദ്ദേഹത്തിന്റെ ശത്രുവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ശരി, ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്വർഗം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ത്രിശങ്കു സ്വർഗം. കേട്ടിട്ടില്ലേ നമ്മള്? ഞാൻ ത്രിശങ്കു സ്വർഗത്തിലായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ത്രിശങ്കുവിന് വേണ്ടിയിട്ട്, സത്യവ്രതന് വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ധർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള, അല്ലെങ്കിൽ സത്യത്തിന്റെ, രാജനീതിയുടെ പ്രതീകമായിട്ടുള്ള ഹരിശ്ചന്ദ്ര മഹാരാജാവ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് രോഹിതാശൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഹരിതൻ, അവരുടെ പുത്രനായിട്ട് ചഞ്ചു, ചക്ഷു, വിജയൻ, രുരുകൻ, പ്രതാപേന്ദ്രൻ, ഭൃഗൻ, ശുശാന്തി, ബാഹുകൻ, ഇവരൊക്കെ ഉണ്ടായി. ഈ ബാഹുകന്റെ മകനാണ് സഗരൻ. സഗരൻ 2 വിവാഹം കഴിച്ചു. ഒന്ന് സുമതി, 60,000 മക്കളുണ്ടായി. പിന്നെ കേശിനിയെ വിവാഹം കഴിച്ചു, അതിൽ നിന്ന് അസമഞ്ജന ഉണ്ടായി. സഗരൻ അശ്വമേധയാഗമെല്ലാം നടത്തി തന്റെ യാകാശത്തെ വിട്ടു. അങ്ങനെ യാകാശം പല രാജ്യങ്ങളിലൂടെ നടന്ന് അത് ആ സാഗരത്തിന്റെ അവിടെ എത്തിയ സമയത്ത് ദേവേന്ദ്രൻ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി, തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട്. ഈ 60,000 പുത്രന്മാരും ചെന്ന് നോക്കിയ സമയത്ത് അവിടെ കപില മഹർഷി സാഗരത്തിന്റെ അടിയിൽ ഇങ്ങനെ തപസ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ തപസ്സെല്ലാം വിഘ്നപ്പെട്ടു. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ തന്നെ ഇവരെല്ലാം ചാമ്പലായി. അങ്ങനെ 60,000 ജ്യേഷ്ഠന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അസമഞ്ജൻ പോയി. അസമഞ്ജന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള അംശുമാനും പരിശ്രമിച്ചു, സാധിച്ചില്ല. ദിലീപൻ പോയി, ദിലീപനും സാധിച്ചില്ല. അവസാനം ഭഗീരഥൻ വന്നിട്ടാണ് ഗംഗാദേവിയെ കൊണ്ടുവന്ന് ഇവരെയെല്ലാം വീണ്ടും പുനർജനിപ്പിച്ചത്. ഭഗീരഥന്റെ പുത്രനായിരുന്നു ശ്രുതസേനൻ, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു നഭാഗൻ, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു സിന്ധുദീപൻ, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ആയുധജിത്ത്, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു പ്രദായുജിത്ത്, അദ്ദേഹത്തിന്റെ പുത്രനാണ് ഘൃതുപർണൻ. ഘൃതുപർണന് ഒരു നോട്ടത്തിൽ തന്നെ ഒരു മരത്തിലെ ഇലകളുടെ എണ്ണം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ചതുരംഗം കളിക്കുന്ന സമയത്ത് ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ നീക്കങ്ങളും അദ്ദേഹത്തിന് അറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരെ പ്രശസ്തനായ രാജാവായിരുന്നു ഘൃതുപർണൻ. അദ്ദേഹത്തിന്റെ പുത്രനാണ് സർവകാമൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് സുദാസൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് മിത്രസഹൻ. മിത്രസഹൻ ഒരു ദിവസം രാജവീതിയിൽ കൂടെ പോകുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയെ കാണുകയും വസിഷ്ഠ മഹർഷിയുടെ പുത്രൻ ആ വഴിക്ക് ശക്തി വരുന്നുണ്ടായിരുന്നു, പക്ഷെ അറിയണ്ടായിരുന്നില്ല പുത്രനാണെന്ന്. അങ്ങനെ പെട്ടെന്ന് ചാട്ടവാറ് കൊണ്ട് വഴിമാറി നിൽക്കൂ യുവാവേ എന്ന് പറഞ്ഞിട്ട് ശക്തിയുടെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ശക്തിക്ക് ദേഷ്യം വന്നു. ശക്തി പറഞ്ഞു, നീ രാക്ഷസനായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ കമണ്ടലുവിൽ നിന്ന് ജലം അദ്ദേഹത്തിന്റെ പാദത്തിലേക്ക് തെളിച്ചു. അങ്ങനെ കൽമാഷപാദൻ, പാദത്തിലേക്ക് ഈ ശാപം വന്നു വീണത് കൊണ്ട്, ഈ പാപപ്രവൃത്തി വന്നു വീണത് കൊണ്ട് മിത്രസഹനെ കൽമഷപാദൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു അംശകൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് മൂലകൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് വിശ്വമഹാകൻ, നിഗനൻ, അനമിത്രൻ, ദുളിദ്രുഹൻ. പിന്നെയാണ് നമ്മുടെ പ്രസിദ്ധനായ ഘടാംഗ മഹാരാജാവ്. ഈ ദുളിദ്രുഹന്റെ പുത്രനാണ് ഘടാംഗ മഹാരാജാവ്. അറിയില്ലേ? സ്വർഗത്തിലെല്ലാം പോയി യുദ്ധം ചെയ്തിട്ട് ഭൂമിയിൽ വന്ന് നീ കുറച്ചു നേരം ഭഗവത് ഭക്തിയുത സേവനം ചെയ്യൂ, എന്നാൽ നിനക്ക് മോക്ഷം പ്രാപിക്കാമെന്ന് പറഞ്ഞ് വളരെ കുറച്ച് സമയം മാത്രം അവശേഷിക്കെ ഭൂമിയിൽ വന്നിട്ട് ഭഗവത് ഭക്തിയുത സേവനം ചെയ്ത് വൈകുണ്ഠ ലോകത്തിലേക്ക് പോയിട്ടുള്ള കഥ ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും എല്ലാം നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള ദിലീപൻ എന്നറിയപ്പെടുന്ന ഘടാംഗ മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് രഘു ദീർഘബാഹു ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് അജൻ. അജൻ ഇന്ദുമതിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്ന് നേമി ഉണ്ടായി. ആരാണ് ഈ നേമി? ദശരഥ മഹാരാജാവ്. ശത്രുക്കൾക്ക് 10 രാജാവായിട്ട് തോന്നും. കാരണം ഒരേ സമയം തന്നെ 10 പേരോട്, 10 മഹാരഥന്മാരോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അത്രയും ക്യാമനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ദശരഥൻ അങ്ങനെയുള്ള പേര് കൊടുത്തു. ദശരഥന്റെ പുത്രനായതുകൊണ്ട് ശ്രീരാമനെ ദാശരഥി എന്ന് പറയാറുണ്ട്. ദശരഥന്റെ പുത്രനായിട്ട് പിന്നെ ശ്രീരാമചന്ദ്രൻ 61ാമത്തെ തലമുറയിൽ. അത് കഴിഞ്ഞ് ലവൻ കുശൻ ഉണ്ടായി. കുശന്റെ പുത്രനായിട്ട് അതിഥി, അതിഥിയുടെ പുത്രനായിട്ട് നിഷധൻ. ഇങ്ങനെ വളരെ വലിയൊരു വംശപരമ്പര തന്നെ ആരിൽ നിന്നുണ്ടായി? സൂര്യനിൽ നിന്ന്, സൂര്യവംശത്തിലുണ്ടായി. അങ്ങനെ ദ്വാപരയുഗത്തിന്റെ ആരംഭത്തോടു കൂടിയിട്ട് ഈ ഒരു തലമുറകളെല്ലാം അവസാനിച്ചു.
ശ്രീരാമന് മുന്ന് 61, ശ്രീരാമന് ശേഷം ഒരു 50. അങ്ങനെ തലമുറകളെല്ലാം അവസാനിച്ച സമയത്താണ് ചന്ദ്രവംശം ഉടലെടുത്തത്. പേര് പോലെ തന്നെ ചന്ദ്രവംശം ആരിൽ നിന്നായിരിക്കും ഉടലെടുത്തിട്ടുണ്ടാവുക? ചന്ദ്രനിൽ നിന്ന്. ശ്രീമന്നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവിൽ നിന്ന് നേരത്തെ പറഞ്ഞ സപ്തർഷികൾ ഉണ്ടായി. അതില് അത്രി മഹർഷി വളരെ കേമനായിരുന്നു. അയോധ്യയിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെല്ലാം പോകാറുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയയിൽ നിന്ന് അത്രി മഹർഷിക്ക് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് 3 കുട്ടികൾ ഉണ്ടായി. ദത്താത്രേയ മഹർഷി, ചന്ദ്രൻ, ദുർവാസാവ്. ദത്താത്രേയ മഹർഷി അനഘയെ വിവാഹം കഴിച്ചു. ദുർവാസാവ് കണ്ഠാരിയെ വിവാഹം കഴിച്ചു. ചന്ദ്രൻ 2 വിവാഹം കഴിച്ചു. രോഹിണിയിൽ നിന്ന് വർച്ചസ് ഉണ്ടായി. വർച്ചസിന്റെ ഒരു പുനർജന്മമായിരുന്നു അഭിമന്യു. ചന്ദ്രൻ താരയെ വിവാഹം കഴിച്ചു. താരയിൽ നിന്നാണ് ബുധൻ ഉണ്ടായത്. ബുധനാണ് ഇളയെ വിവാഹം കഴിച്ചത്. നേരത്തെ പറഞ്ഞ വൈവസ്വത മനുവിന്റെ പുത്രിയായിട്ടുള്ള ഇളയെ വിവാഹം കഴിച്ചു ബുധൻ. അങ്ങനെ ഇളയിൽ നിന്ന് ബുധന് ആരുണ്ടായി? പുരൂരവസ് ചക്രവർത്തി ഉണ്ടായി. പുരൂരവസ് ലോകസുന്ദരിയായിട്ടുള്ള അപ്സരസായിട്ടുള്ള ഉർവശിയെ വിവാഹം കഴിച്ചു. അവളിൽ നിന്ന് ശ്രദ്ധായു, ശതായു, രായ, ജയ, ആയുസ്, വിജയ ഇവരെല്ലാം ഉണ്ടായി. ആയുസ് ഇന്ദുമതിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് കേമനായിട്ടുള്ള നഹുഷൻ ഉണ്ടായി. ക്ഷത്രവർദ്ധനൻ, രാജി, അനയനൻ ഇവരെല്ലാം ഉണ്ടായി. പക്ഷെ നഹുഷനായിട്ടാണ് മഹാരാജാവായിട്ട് തെരഞ്ഞെടുത്തത്. നഹുഷന്റെ കഥയെല്ലാം അറിയും. ആ ഇന്ദ്രനായിട്ട് പോകാനുള്ള ഒരു പദവി വരെ ലഭിച്ചു. പക്ഷെ കാമാസക്തി മൂലം അദ്ദേഹം സർപ്പമായിട്ട് ഭൂമിയിൽ ജനിക്കാനിടയായി. പാണ്ഡവരുടെ വനവാസക്കാലത്താണ് അദ്ദേഹത്തിന് ശാപമോഷം ഉണ്ടായത്. ഇങ്ങനെ നഹുഷൻ അശോക സുന്ദരിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് യതി, സംയാതി, അയാതി, വിയതി, നിഷാന്തൻ, കൃതി, യയാതി അങ്ങനെയുള്ള രാജാക്കന്മാരെല്ലാം ഉണ്ടായി. അങ്ങനെ യയാതി രാജഭരണം ഏറ്റെടുത്തു. യയാതി 2 വിവാഹം കഴിച്ചു. ഒന്ന് ശുക്രാചാര്യരുടെ പുത്രിയായിട്ടുള്ള ദേവയാനിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് യദുവംശത്തിന്റെ ആരംഭത്തിലുള്ള യദു ഉണ്ടായി. യവന വംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള തുർവസും ഉണ്ടായി. വൃഷപ്പറവാവ് മഹാരാജാവിന്റെ പുത്രിയായിട്ടുള്ള ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് ദ്രുഹു, പുരു, അനുദ്രുഹു ഇവരെല്ലാം ഉണ്ടായി. പുരുവാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തത്. പുരുവിൽ നിന്നാണ് പുരുവംശം ഉണ്ടായത്. പുരു കൗസല്യയെ വിവാഹം കഴിച്ചു. മന്യസു ഉണ്ടായി. മന്യസുവിൽ നിന്ന് ദിലീലൻ ഉണ്ടായി. ദിലീലൻ രതന്തരിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് നമ്മുടെ കേമനായിട്ടുള്ള ദുഷ്യന്ത മഹാരാജാവ് ഉണ്ടായി. ദുഷ്യന്ത മഹാരാജാവിന്റെ കഥയെല്ലാം പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ വിവാഹം കഴിച്ചു. ശകുന്തളയിൽ നിന്ന് ഭരതൻ, സർവധവനൻ എന്ന പേര് ഭരതൻ ഉണ്ടായി. ഭരതനാണ് ഇന്നത്തെ ആ ചൈന മുതല് അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ, അഫ്ഗാനിസ്ഥാൻ മുതല് കന്യാകുമാരി വരെയും ശ്രീലങ്ക വരെയും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, ഇറാൻ, ഇറാഖ് മുതല് മലേഷ്യ വരെയും ഈ ഭാരതത്തെ ഇത്രയും വിസ്തൃതമായിട്ട് ബർമ, ഭൂട്ടാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ഭാരതഖണ്ഡം, ഭാരതവർഷം ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് നൽകി ഭാരതം. അങ്ങനെയാണ്. അല്ലാതെ രാമായണത്തിലത്തെ ഭരതനല്ല ഭരിച്ചത്. ഈ ദുഷ്യന്തന്റെ പുത്രനായിട്ടുള്ള ഭരത ചക്രവർത്തി ഭരിച്ചത് കൊണ്ടാണ്, അദ്ദേഹം തന്റെ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് കൊണ്ടാണ് ഇന്ത്യക്ക് ഭാരതം എന്ന പേര് ലഭിച്ചത്. അദ്ദേഹം സുനന്ദയെ വിവാഹം കഴിച്ചു. ഭൂമന്യു. അദ്ദേഹം സുവർണയെ വിവാഹം കഴിച്ചു. സുഹോത്രൻ ഉണ്ടായി. സുഹോത്രൻ ജയന്തിയെ വിവാഹം കഴിച്ചു. ബൃഹക്ഷത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് 4 കേമന്മാരുണ്ടായി. നരൻ, മഹാവീരൻ, ഗർഗൻ, ഹസ്തി. ഈ ഹസ്തിയാണ് ഹസ്തിനാപുരം നിർമ്മിച്ചത്. ഹസ്തി യശോദരയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് വികുഞ്ചൻ ഉണ്ടായി. വികുഞ്ചൻ സുനന്ദയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് പുരുമീഡൻ, അജമീഡൻ, ദ്വിമീഡൻ 3 കുട്ടികൾ ഉണ്ടായി. അജമീഡൻ രാജാവായി. അജമീഡൻ നീലിയെ വിവാഹം കഴിച്ചു. നീലിയിൽ നിന്ന് കേശിനി ഉണ്ടായി. കേശിനി പിന്നെ അജമീഡൻ വീണ്ടും ധൂമിനിയെ വിവാഹം കഴിച്ചു. ധൂമിനിയിൽ നിന്ന് ഋഷമഹാരാജാവ് ഉണ്ടായി. ഋഷമഹാരാജാവിന്റെ പുത്രനായിട്ട് സംവരണൻ ഉണ്ടായി. സംവരണൻ സൂര്യപുത്രിയായിട്ട് തപതിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് കുരുമഹാരാജാവ്, കുരുവംശം ഉണ്ടായത്. അദ്ദേഹമാണ് കുരുജാങ്കലം അല്ലെങ്കിൽ കുരുക്ഷേത്രം ഉണ്ടായത്. ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളെ മുഴുവൻ കൗരവർ, കുരുവംശജാതർ എന്ന പേരും നൽകി. ഇവിടെ നിന്നാണ് കുരുവംശം ആരംഭിക്കുന്നത്. കുരു ശുഭാംഗിയെ വിവാഹം കഴിച്ചു. ശുഭാംഗിയിൽ നിന്ന് വിദൂരതൻ ഉണ്ടായി. വിദൂരതൻ അമർതയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ദിലീപൻ ഉണ്ടായി. ദിലീപൻ കൈകേയെ വിവാഹം കഴിച്ചു. ഭീമസേനൻ ഉണ്ടായി.
ഭീമസേനൻ സുകുമാരിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൽ നിന്ന് പ്രതിശ്രവസ് ഉണ്ടായി. ഈ പേരുകളെല്ലാം മറ്റുള്ള പേരുകളോട് സാമ്യം തോന്നും, പക്ഷെ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ഭീമസേനനും കൈകേയും, കാരണം ഒരു പേര് പല സ്ഥലത്തും ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്തുള്ള ഒരാളുടെ പേര് തന്നെ തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് പ്രതിശ്രവസ് ഉണ്ടായി. പ്രതിശ്രവസിൽ നിന്നാണ് പ്രദീപൻ ഉണ്ടായത്. ആ ത്യാഗത്തിന്റെ നിറഗുണമായിട്ടുള്ള പ്രദീപ മഹാരാജാവ് സുനന്ദയെ വിവാഹം കഴിച്ചു. ശന്തനു മഹാരാജാവ് അല്ലെങ്കിൽ ശാന്തനു മഹാരാജാവ്, അവിടെ മുതലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ശാന്തനു മഹാരാജാവ് വളരെയധികം യാഗങ്ങൾ ചെയ്തു. അദ്ദേഹം അശ്വമേധ യാഗങ്ങളും അതുപോലെ തന്നെ സോമയാഗങ്ങളും അനേകം യാഗങ്ങളെല്ലാം ചെയ്ത സമയത്ത്, ഇന്ദ്രയാഗങ്ങളെല്ലാം ചെയ്ത സമയത്ത് ദേവേന്ദ്രന് ഭയം വന്നു. അദ്ദേഹം വിചാരിച്ചു, ഇദ്ദേഹം ചില സമയത്ത് എന്റെ പദവിക്ക് മോശമായിട്ട് ഭവിക്കുമോ? കാരണം ബ്രഹ്മാവ്, സപ്തർഷികള്, ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പദവികൾ തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കൗൺസിലർ എന്നെല്ലാം പറയുന്ന പോലെ. കാരണം ശാശ്വതമല്ല. അപ്പൊ അദ്ദേഹത്തിന് അനേകം പാരിതോഷികങ്ങളെല്ലാം നൽകി അദ്ദേഹത്തിനെ പിന്തിരിയാൻ ശ്രമിച്ചെങ്കിലും ശന്തനു മഹാരാജാവ് അതെല്ലാം ചെയ്ത്, കാരണം കഴിഞ്ഞ ജന്മത്തില് അദ്ദേഹം വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം ശതക്രതു 100 അശ്വമേധ യാഗങ്ങളും അതുപോലെ തന്നെ രാജസൂയ യാഗങ്ങളും എല്ലാം ചെയ്ത് ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മാവിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിനെ കാണുവാനായിട്ട് ഗംഗാദേവി വന്നു അവിടെ ഒരു കാര്യം പറയാനായിട്ട്, പരാതി ബോധിപ്പിക്കാനായിട്ട്. സുന്ദരിയായിട്ടുള്ള ഗംഗാദേവിയെ കണ്ട ഉടനെ തന്നെ കാമാർത്ഥമായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് കുറെ നേരം അവളുടെ ശരീരത്തിലേക്ക് തന്നെ ഈ മഹാരാജാവ് നോക്കിയിരുന്നു. ഉടനെ തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, നീ 100 അശ്വമേധയാഗങ്ങളും ഇന്ദ്രയാഗങ്ങളും അതുപോലെ തന്നെ സോമയാഗങ്ങളും എല്ലാം ചെയ്തിട്ടും നിന്റെ കാമാർത്തി പൂർത്തീകരിച്ചിട്ടില്ല, നീ ഭൂമിയിൽ പോകട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ശരി, ഞാൻ ഇവളും എന്നെ കടാക്ഷിച്ചു, ഇവളും എന്നെ കൺകോണുകളിൽ കൂടെ നോക്കി, അതുകൊണ്ടാണ് എനിക്ക് കാമപാരവശ്യം വന്നത്, ഇവളും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാദേവിയും ശന്തനു മഹാരാജാവും ഭൂമിയിൽ ജനിച്ചു. അങ്ങനെ വിധിപ്രകാരം അവർ വിവാഹം ചെയ്തു. കാലക്രമേണ ഭൂമിയിൽ വന്ന് വിസ്മരിച്ചു. മഹാരാജാവ് ശന്തനു മഹാരാജാവ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. പക്ഷെ ഗംഗാദേവിക്ക് അതെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ ഗംഗാദേവിയിൽ നിന്ന് ദേവവ്രതൻ എന്നുള്ള രാജാവുണ്ടായി, രാജകുമാരൻ. ഭീഷണമായിട്ടുള്ള ശപഥം ചെയ്തത് കൊണ്ട് അദ്ദേഹം പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു, ഗംഗാദത്തൻ. ശന്തനു മഹാരാജാവ് നാടു നീങ്ങി. അങ്ങനെ ഭീഷ്മപിതാമഹൻ അവിടെ വിവാഹമൊന്നും കഴിക്കാതെ നിൽക്കുന്ന സമയത്ത് ഈ അദ്ദേഹം വേറെ വിവാഹം കഴിക്കേണ്ടി വന്നു. ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ നിന്ന് 2 പേരുണ്ടായി. ആരൊക്കെയാണ്? ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. ചിത്രാംഗതൻ ചെറുപ്പത്തിൽ തന്നെ വേറൊരു ഗന്ധർവനായിട്ടുള്ള ചിത്രാംഗതനുമായിട്ട് യുദ്ധം ചെയ്തിട്ടും മരിച്ചുപോയി. പിന്നെ വിചിത്രവീര്യനെ ചെറുപ്പത്തിൽ തന്നെ 14 വയസ്സിൽ തന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഭീഷ്മപിതാമഹനോട് നിർബന്ധിച്ചു സത്യവതി. പക്ഷെ ഭീഷ്മപിതാമഹൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഭവതിയുടെ അച്ഛന് ഞാൻ മത്സ്യരാജാവിന് ശപഥം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും രാജാവാവില്ല, എന്റെ മക്കളും രാജാവാവില്ല, അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാത്തതെന്ന്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വിചിത്രവീരന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. വിവാഹപ്രായം എത്തിയ സമയത്ത് അംബിക, അംബാലികയെ, കാശി രാജാവിന്റെ പുത്രിമാരെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ഭീഷ്മപിതാമഹൻ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുവന്നു. വഴിയിൽ വെച്ചിട്ട് അംബ പറഞ്ഞു, ഞാൻ വേറെ സ്വാലരാജാവുമായിട്ട് പ്രണയത്തിലാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു പുരുഷനെ സ്വീകരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മപിതാമഹൻ അവളെ അവിടെ വെച്ചിട്ട് ഇറക്കി വിട്ടു. അങ്ങനെ അംബാലികയുമായിട്ട് കൊട്ടാരത്തിലെത്തി. വിവാഹമെല്ലാം കഴിഞ്ഞു. പക്ഷെ പുത്രോത്പാദനം നടത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വീര്യമെല്ലാം ക്ഷയിച്ച് അദ്ദേഹത്തിന് മാറാരോഗം പിടിപെട്ട് വിചിത്രവീര്യൻ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. ആ സമയത്ത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെല്ലാം ചിലപ്പോ ആക്രമിക്കും, ഇതോടുകൂടിയിട്ട് ഈ കുരുവംശം തകർന്നു പോകുകയാണെന്ന് വിചാരിച്ച് വീണ്ടും ഭീഷ്മപിതാമഹനെ സമീപിച്ചു. ഭീഷ്മപിതാമഹൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ആവില്ല, നമുക്ക് വേറെ ഏതെങ്കിലും മാർഗം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യവതിക്ക് പരാശര മഹർഷിയിലെ ഒരു പുത്രനുണ്ടായ കാര്യം ഓർമ്മ വന്നത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ശന്തനു മഹാരാജാവുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ തന്നെ. അങ്ങനെ വേഗം തന്നെ തന്റെ മകനായിട്ടുള്ള വേദവ്യാസ മഹർഷിയെ വിളിച്ചു വരുത്തി.
പാരാശര്യം പറഞ്ഞു, ഒരു മാർഗമുണ്ട്. ക്ഷത്രിയ സ്ത്രീകളില് ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് വേദവ്യാസ മഹർഷി അംബികയെയും അംബാലികയെയും പ്രാപിച്ചു. അംബികയിൽ നിന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് ഉണ്ടായി. കാരണം പ്രാപിക്കുന്ന സമയത്ത് ആ വേദവ്യാസ മഹർഷിയുടെ താടിയും മുടിയും ജടയും എല്ലാം കണ്ട് ഒരു ഭീകര രൂപം പോലെ തോന്നിച്ചിട്ട് കണ്ണുകൾ അടച്ചിട്ടാണ് പ്രാപിച്ചത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള കുട്ടി അന്ധനായിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പരിവരുത്ത കൈകളും എല്ലാം ദേഹത്തിൽ സ്പർശിച്ച സമയത്ത് കുളിര് വന്നു അവൾക്ക്. അവള് പെട്ടെന്ന് തന്നെ വികാരാവേശത്തില് അറപ്പ് തോന്നി. അതുകൊണ്ട് പാണ്ഡുരോഗം ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് പാണ്ഡുരോഗം വന്നു. പാണ്ഡു മഹാരാജാവ് വീണ്ടും അംബികയെ പറഞ്ഞയച്ചു. പക്ഷെ അംബികയ്ക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവം കൊണ്ട് ഇനി രണ്ടാമത് ഞാൻ പ്രാപിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തോഴിയെയാണ് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ബുദ്ധിമാനായിട്ടുള്ള വിതുരരുണ്ടായി. 3 കുട്ടികൾ അവിടെ കൊട്ടാരത്തിലെല്ലാം വളർന്നു. ഈ സമയത്ത് നായാട്ടിന് പോയിട്ടുള്ള, കാരണം ആ കാലഘട്ടത്തില് മനുസ്മൃതി അനുസരിച്ചിട്ട് വൈകല്യമുള്ളവരെ, അന്ധത ബാധിച്ചവരെ, അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിയില്ലാത്തവരെ, പിന്നെ കൈകളില്ലാത്തവരെ, കാലുകളില്ലാത്തവരെ, ഇവരൊന്നും രാജാവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വളരെ മൂത്തതാണെങ്കിലും അദ്ദേഹത്തിന് രാജാവായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് രണ്ടാമനായിട്ടുള്ള പാണ്ഡുവിനോട് പറഞ്ഞു, ശരി, നീ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യൂ. കാരണം മൂന്നാമതായിട്ടുള്ള വിതുരരാകട്ടെ ഒരു ശൂദ്ര സ്ത്രീയിൽ നിന്നാണ് ഉണ്ടായത്. അതും അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് രണ്ടാമനായിട്ടുള്ള പാണ്ഡു മഹാരാജാവ് ഹസ്തിനാപുരത്തിന്റെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ അദ്ദേഹം കുന്തിഭോജന്റെ വളർത്തുപുത്രിയും ശൂരസേന മഹാരാജാവിന്റെ പുത്രിയുമായിട്ടുള്ള കുന്തി ദേവിയെ വിവാഹം കഴിച്ചു. അതിൽ പിന്നെ വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ മാതൃദേശത്തെ രാജാവായിട്ടുള്ള മാദ്രിയെ വിവാഹം കഴിച്ചു. ഇവിടെ ഗാന്ധാരദേശത്തെ രാജാവിന്റെ പുത്രിയായിട്ടുള്ള ഗാന്ധാരിയെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ ഒരു ക്ഷത്താവായിട്ടുള്ള ശൂദ്രശ്രീയെ വിതുരരും വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു. മൃഗയാ വിനോദത്തിനായിട്ട്, അതായത് നായാട്ടിനായിട്ട് പാണ്ഡു മഹാരാജാവ് ഒരു ദിവസം വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 മാനിനെ കണ്ടു, ഒരു ആൺമാനിനെയും ഒരു പെൺമാനിനെയും. അങ്ങനെ ഈ 2 ഭാര്യമാർക്കും ആ മാനിനെ വേണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അസ്ത്രം അയച്ചു. അസ്ത്രം ലക്ഷ്യം തെറ്റിയിട്ട് അവയുടെ കഴുത്തിലാണ് കൊണ്ടത്. 2 മാനുകളും അവിടെ മരണപ്പെട്ടു. അങ്ങനെ മരണത്തോട് മല്ലിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ മാനുകളെ വേഗം തന്നെ എടുക്കുവാനായിട്ട് ഈ പാണ്ഡു മഹാരാജാവ് പോയ സമയത്ത് ആ 2 മാനുകളുടെ സ്ഥലത്ത് അവിടെ ഒരു മഹർഷിയും മഹർഷിയുടെ ഭാര്യയുമായിരുന്നു. അവര് പല പല മൃഗങ്ങളുടെ രൂപത്തിലാണ് രതിക്രീഡകൾ നടത്തിയിരുന്നത്. ആ സമയത്ത് ഇത് മാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പാണ്ഡു മഹാരാജാവ് അസ്ത്രം അയക്കുകയും ചെയ്തു. കിന്തമ മഹർഷിയായിരുന്നു അത്. കിന്തമ മഹർഷി കോപം കൊണ്ട് അദ്ദേഹത്തിന് ശാപം കൊടുത്തു. എപ്പോഴാണ് നീ ഭാര്യയെ പ്രാപിക്കണമെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സ്ത്രീകളെ സ്പർശിക്കുന്നത് തൽക്ഷണം മൃത്യു. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും കാമാസക്തിയോട് കൂടിയിട്ട് സ്ത്രീകളെ സ്പർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നു ഭീഷ്മപിതാമഹനോടും മറ്റുള്ളവരോടുമെല്ലാം വിവരം പറഞ്ഞു. എല്ലാവർക്കും വളരെ വിഷമമായി. പാണ്ഡു മഹാരാജാവ് രാജർഷിയായിരുന്നു. ഇനി മുതല് ഞാൻ മഹർഷിക്ക് തുല്യമായിട്ടുള്ള ജീവിതം നയിക്കാം, എനിക്ക് സുഖഭോഗങ്ങളൊന്നും വേണ്ട. എപ്പോഴെങ്കിലും എനിക്ക് പുത്രന്മാർ ഉണ്ടാകുകയാണെങ്കിൽ അവൻ രാജ്യം ഭരിക്കും. അതുവരയ്ക്കും എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യം ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരീടവും ചെങ്കോലും എല്ലാം തന്റെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ച് അദ്ദേഹം ശതശൃംഗത്തിലേക്ക് വനവാസത്തിനായിട്ട് പോയി. അങ്ങനെ അവിടെ അനേകം വർഷങ്ങള് തപസ്യകളും യജ്ഞങ്ങളും യാഗങ്ങളും പൂജകളും ഭഗവത് ഭക്തിയുത സേവനമായിട്ട് ഒരു രാജർഷിയെ പോലെ അദ്ദേഹം ജീവിച്ചു. ആ സമയത്താണ് പുത്രന്മാരുണ്ടാവാനായിട്ട് എന്ത് എന്നുള്ള കാരണം ആലോചിച്ചിരിക്കുന്ന സമയത്ത് കുന്തി ദേവി തന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തത്. ചെറുപ്പകാലത്ത് കുന്തിഭോജ മഹാരാജാവിന്റെ വീട്ടില് വളർത്തുപുത്രിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി അവിടെ വരികയും അവിടെ 1 വർഷം താമസിക്കുകയും എന്റെ സേവനമെല്ലാം കണ്ട് സംപ്രീതിയായിട്ട് എന്റെ ഭാവി മനസ്സിലാക്കി. എനിക്ക് മക്കളുണ്ടാവില്ല യഥാവിധിയില്, അതുകൊണ്ട് എനിക്ക് പുത്രന്മാരെ ഉണ്ടാകാനുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു തന്നിട്ടുണ്ട് പാണ്ഡു മഹാരാജാവേ. ആര്യപുത്ര, അങ്ങേക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡു മഹാരാജാവിന് സന്തോഷമായി. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് കുന്തി ദേവിയോട് പറഞ്ഞ് അവര് എല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ധർമ്മദേവനിൽ നിന്ന് യുധിഷ്ഠിര മഹാരാജാവും വായു ഭഗവാനിൽ നിന്ന്
നമ്മുടെ ഭീമസേനനും ദേവേന്ദ്രനിൽ നിന്ന് അർജുനനും ഉണ്ടായി. ആ സമയത്ത് രണ്ടാം ഭാര്യയായിട്ടുള്ള മാദ്രിക്ക് വിഷമമുണ്ടായി. ഒരു ഭാര്യയ്ക്ക് മാത്രം കുട്ടികളോ. ഈ വിവരം അറിഞ്ഞിട്ട് പാണ്ഡു മഹാരാജാവ് കുന്തി ദേവിയോട് പറഞ്ഞു, ആ മന്ത്രം മാദ്രി ദേവിക്കും നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാദ്രി ദേവി ദിവസങ്ങളെടുത്ത് അത് പഠിച്ചു, ചൊല്ലി. ആദ്യമേ തന്നെ പറഞ്ഞു അശ്വിനി ദേവന്മാരെയാണ് അവള് വിചാരിച്ചത്. അങ്ങനെ അശ്വിനി ദേവന്മാരിൽ നിന്ന് നകുലൻ സഹദേവൻ 2 കുട്ടികളുണ്ടായി. വീണ്ടും കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കുന്തി ദേവിക്ക് ഭയം വന്നു. കാരണം ഒരു മന്ത്രത്തിൽ നിന്ന് തന്നെ 2 കുട്ടികളുണ്ടായി. ഇനി അടുത്ത മന്ത്രത്തിൽ നിന്ന് എത്ര കുട്ടികൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്റെ പുത്രന്മാരെയെല്ലാം അതിക്രമിക്കുമോ, രാജ്യഭരണത്തിന് തടസ്സം നേരിടുമോ എന്ന് വിചാരിച്ചിട്ട് കുന്തി ദേവി പറഞ്ഞു, മതി, ഇനി ആ മന്ത്രം ഇനി ഫലിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുന്തി ദേവിയുടെ 3 മക്കളും മാദ്രി ദേവിയുടെ 2 മക്കളും കൂടിയിട്ട് അവിടെ 5 പേരും പാണ്ഡവര്, പാണ്ഡുവിന്റെ പുത്രന്മാർ എന്നർത്ഥത്തില് പാണ്ഡു മഹാരാജാവിന്റെ പുത്രന്മാരായിട്ട് പാണ്ഡവരായിട്ട് അവിടെ വനത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് 5 വയസ്സ്, ഭീമസേനന് 4, അർജുനന് 3. ഈ വയസ്സൊക്കെ ആയി അവിടെ അവരുടെ പിറന്നാളെല്ലാം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ആ സമയത്ത് അനേകം രാജാക്കന്മാരും അതുപോലെ തന്നെ മുനിമാരും യോഗികളും ഹസ്തിനാപുരത്തിൽ നിന്ന് കുറെ സമ്മാനങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്, ശതശൃംഗത്തിലേക്ക്. ഇതെല്ലാം കഴിച്ച് അവര് വിശ്രമിക്കുന്ന സമയത്ത് മാദ്രി ദേവി ആ കൊട്ടാരത്തിലെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് മഹാലക്ഷ്മിയെ പോലെ തോന്നിച്ചു. അങ്ങനെ അവിടെ സൗരഭ്യമെല്ലാം വിളമ്പി നിൽക്കുന്ന ആ താമരപ്പൊയ്കയിൽ കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് പാണ്ഡു മഹാരാജാവും മാദ്രി ദേവിയും സംസാരിച്ചു കൊണ്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാമദേവൻ അവരെ സ്പർശിച്ചു. അങ്ങനെ കാമോത്ഭുതനായിട്ട് പാണ്ഡു മഹാരാജാവ് മാദ്രിയെ ഉടനെ തന്നെ കെട്ടിപ്പിടിച്ചു. തൽക്ഷണം മൃത്യു, അവിടെ മരിച്ചു വീണു. ഈ വിവരമെല്ലാം ആശ്രമത്തിൽ അറിയിച്ചു. മുനിമാരും മഹർഷിമാരും എല്ലാം ഓടിയെത്തി ഹസ്തിനാപുരത്തിലും വിവരം അറിയിച്ചു. അവരും അവിടെ നിന്ന് വന്നു. അങ്ങനെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടത്തി. ഇനി ഒരു അമ്മയും 5 മക്കളും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. കാരണം താൻ കാരണമാണല്ലോ മരണപ്പെട്ടത് തന്റെ ആര്യപുത്രൻ എന്ന് വിചാരിച്ച് മാദ്രി ദേവി അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. അങ്ങനെ കുന്തി ദേവിയും 5 മക്കളും മാത്രമായി. ഇനി ഇവരിവിടെ കാട്ടിൽ നിൽക്കുന്നത്, വനത്തിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് എല്ലാവരും കൂടിയിട്ട് കുന്തി ദേവിയെയും ഈ പാണ്ഡവന്റെ പുത്രന്മാരായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ സഹദേവൻ തുടങ്ങിയ കുട്ടികളെയും എല്ലാം ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. അവിടെ ഗുരുകുലത്തിലെല്ലാം ചേർത്തു. ആ സമയത്ത് ആശയക്കുഴപ്പങ്ങൾ, തർക്കങ്ങൾ എല്ലാം ആരംഭിച്ചു. ഭീഷ്മപിതാമഹനും അതുപോലെ തന്നെ ദ്രോണാചാര്യരും കൃപാചാര്യരും വിതുരരും അവരെല്ലാം പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, നോക്കൂ, താങ്കളോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് പാണ്ഡു മഹാരാജാവ് പോയിരിക്കുന്നത്. എപ്പോഴാണ് പുത്രൻ പ്രായപൂർത്തിയായിട്ട് വരുന്നത്, അദ്ദേഹത്തിന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അന്ന് കൊടുത്തിരിക്കുന്ന കിരീടവും ചെങ്കോലും എല്ലാം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ആ രാജാധികാരം കൈകരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കസാരയിൽ ഇരുന്നിട്ട് ഭോഗാസക്തി പൂണ്ട എല്ലാവർക്കും, അന്നും ഇന്നൊക്കെയും കസാരയെ എല്ലാവരും മുറുകെ പിടിക്കുന്നവരാണ്. ഒരു പ്രാവശ്യം അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ ഇറങ്ങില്ല. ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും താഴെ ഇറങ്ങില്ല, അവർക്ക് വേറെ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുര്യോധനനും ദുശാസനനും ശകുനിയും കർണനും എല്ലാവരും ഉപദേശിച്ചിട്ട് രാജ്യത്തെ 2ആയിട്ട് ഭാഗിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഹസ്തിനാപുരം കൗരവർക്കും അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥം, വാരണാവതം എന്നറിയപ്പെടുന്ന സ്ഥലം പാണ്ഡവർക്കും നൽകി. അവിടെ വളരെ വിജനമായ സ്ഥലമായിരുന്നു. കല്ലുകളും മലകളും കുന്നുകളും അതുപോലെ തന്നെ അനേകം വനങ്ങളുമെല്ലാം ഉള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഭഗവാനുമായിട്ട് ചങ്ങാത്തം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അഗ്നിദേവന്റെയും എല്ലാം സഹായത്തില് അവിടെയെല്ലാം വെട്ടിത്തെളിച്ച് ആ വാരണാവതത്തിൽ വലിയൊരു കൊട്ടാരം മയനെ കൊണ്ട് പണിയിപ്പിച്ചു. ഇന്ദ്രന്റെ രാജധാനിയോട് തുല്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട്, വലിപ്പത്തിലും അതിന്റെ സൗന്ദര്യത്തിലും എല്ലാം നിൽക്കുന്നത് കൊണ്ട് അതിനെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയപ്പെട്ടു. ഇന്നത്തെ മീററ്റ്, ഇന്നത്തെ ഹസ്തിനാപുരം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഡൽഹി, മറ്റേതെന്ന് പറയുന്നത് മീററ്റ്, അവിടെ നിന്ന് 60 കിലോമീറ്റർ ദൂരെ. അങ്ങനെ 2 തലസ്ഥാനങ്ങൾ ഉണ്ടായി, 2 ചെറു രാജ്യങ്ങൾ ഉണ്ടായി. അവര് സുഖമായിട്ട് അവിടെ ഭരിച്ചു, ഇവരും ഇവിടെ സുഖമായിട്ട് ഭരിച്ചു. പക്ഷെ നാൾക്ക് നാള് യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്ത് സമ്പത്ത്, ഗോധനം, ഭണ്ഡാരം, അതുപോലെ തന്നെ പ്രജകള്, ഇവിടെ നിന്നെല്ലാം എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് ആരംഭിച്ചു.
അങ്ങനെ സമ്പത്തും ഐശ്വര്യവും എല്ലാം കൂടി കൂടി വന്നപ്പോ ദുര്യോധനനും ദുശാസനനും ശകുനിക്കും അതുപോലെ തന്നെ കർണനും ധൃതരാഷ്ട്ര മഹാരാജാവിനും എല്ലാം അസൂയ കുശുമ്പുണ്ടായി. എങ്ങനെയെങ്കിലും ആ സമ്പത്തും കൂടി അടിച്ചെടുക്കണമെന്നുള്ള ഒരു വിചാരം ആ ദുർവൃത്തികളായിട്ടുള്ള ഇവർക്കുണ്ടായി, ദുർമോഹികളായിട്ടുള്ള ദുര്യോധനാദികൾക്കുണ്ടായി. അങ്ങനെ എങ്ങനെയെങ്കിലും, മാത്രമല്ല അവര് പാലുകാച്ചലിന് ഗൃഹപ്രവേശന ചടങ്ങിന് സമയത്ത് ആ പാഞ്ചാലി അല്പം അപമാനിക്കുക കൂടിയുണ്ടായി. കാരണം ഒരു സ്ഥലകാല വിഭ്രമം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ആ മയൻ അത് പണിതിട്ടുള്ളത്. എവിടെയാണ് വെള്ളം അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിക്കില്ല, എവിടെയാണ് വെള്ളമില്ലാത്തത് അവിടെ വെള്ളം ഉണ്ടാവും. ആ രീതിയിലാണ് ചുമരുകളെല്ലാം രത്നങ്ങളാലും സ്വർണത്താലും, പ്രകാശത്തിന്റെ ആവശ്യമില്ല, സ്വയം പ്രകാശിക്കുന്ന രീതിയിലായിരുന്നു അവിടെ ആ കൊട്ടാരമെല്ലാം പണിതത്. അങ്ങനെ അവിടെ വെച്ച് അപമാനിതനായിട്ടുള്ള ദുര്യോധനൻ ആ കൊട്ടാരവും പിടിച്ചെടുക്കണം, അവരെയെല്ലാം എന്റെ സേവകരാക്കണം, ജോലിക്കാരാക്കണം എന്നുള്ളൊരു ചിന്ത അന്ന് മുതലേ ഉണ്ടായി. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു അവസരം പാത്തു നിന്നു. അങ്ങനെ എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടെങ്കിലും യുധിഷ്ഠിരന്, നമ്മുടെ ധർമ്മപുത്രർക്ക് ഒരു ചെറിയ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നു, ചൂതുകളി. അങ്ങനെ ചൂതുകളിക്ക് വിളിച്ചു, തമാശയോട് കൂടിയിട്ട് കളി ആരംഭിച്ചു. കളി കാര്യമായി. അങ്ങനെ സർവ്വതും പണയം വെക്കേണ്ടി വന്നു. സ്വന്തം സമ്പത്ത്, ഭണ്ഡാരം, ഗോധനം, രാജ്യം, വസ്ത്രങ്ങള്, സഹോദരന്മാരെ, ഭാര്യയെ, തന്നെ എല്ലാവരെയും പണയം വെച്ചു. അവസാനം രജസ്വലയായിട്ടുള്ള ഒറ്റ വസ്ത്രമെടുത്തിരിക്കുന്ന പാഞ്ചാലിയെ ആ സഭാമധ്യത്തിലേക്ക് കൊണ്ടുവന്നു, രാജധാനിയിലേക്ക്. ആ കൗരവ രാജധാനിയിൽ വെച്ചിട്ട് അപമാനിതയായി. ഭഗവാൻ വന്ന് സഹായിച്ചു, വസ്ത്രങ്ങളെല്ലാം നൽകി. അങ്ങനെ അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു, ഇതൊരു സാധാരണ സ്ത്രീയല്ല, ഇവര് വിട്ടയച്ചേക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞതിന്റെ പേരില് ധൃതരാഷ്ട്ര മഹാരാജാവും ദുര്യോധനാദികളുമെല്ലാം അവരെ വീണ്ടും അതെല്ലാം തിരിച്ചു നൽകി പറഞ്ഞയച്ചു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും ഇവരെ വിളിച്ചു. രണ്ടാമതും പാവം യുധിഷ്ഠിരൻ ഈ ചൂതുകളിക്കായിട്ട് വന്നു. ചൂതുകളി ആരംഭിച്ചു. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു. എന്താണ്? തോൽക്കുന്നവൻ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ചെയ്യണം. അജ്ഞാതവാസ കാലത്ത് നിങ്ങളെ വീണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 12 വർഷം അജ്ഞാതവാസം. ആ സമയത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ വീണ്ടും 12 വർഷം 1 വർഷം അജ്ഞാതവാസം. ഇങ്ങനെയാണ്. രണ്ടു കൂട്ടരും സമ്മതിച്ചു. കളി ആരംഭിച്ചു. 1-2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനന് ക്ഷീണമായി. ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ യുധിഷ്ഠിര, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മാവനായിട്ടുള്ള ശകുനിയാണ് കളിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും കളിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. യുധിഷ്ഠിരനാകട്ടെ ഭഗവാനെ വിളിച്ചുമില്ല. നോക്കൂ, അങ്ങനെ യുധിഷ്ഠിരൻ കളി ആരംഭിച്ചു. ഇവിടെ സൂത്രശാലിയായിട്ടുള്ള ശകുനിയാണ് പകിട കളിക്കാനായിട്ട്, ചൂത് കളിക്കാനായിട്ട് ആരംഭിച്ചത്. പെട്ടെന്ന് തന്നെ പരാജയം ഉണ്ടായി യുധിഷ്ഠിരന്. അങ്ങനെ വീണ്ടും സർവസ്വത്തുക്കളും ധനവും എല്ലാം അവരുടേതായി. 12 വർഷം വനവാസത്തിനായിട്ട് അവര് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ 12 വർഷം വനവാസവുമെല്ലാം ഉണ്ടായി. ആ സമയം അതിനിടയ്ക്ക് ഇവർക്ക് കുട്ടികളെല്ലാം ഉണ്ടായി. പ്രതിവിന്ധ്യൻ, സുധസോമൻ, ശ്രുതകർമാവ്, ശതാനീകൻ, ശതകർമാവ്, ഇവരെല്ലാം ഉണ്ടായി. പാഞ്ചാലിയിൽ ഓരോരുത്തർക്കും ഓരോ കുട്ടികൾ വീതം ഉണ്ടായി. മാത്രമല്ല ആ സമയത്ത് ഒരു വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ അർജുനൻ 1 വർഷക്കാലം പുറത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് സുഭദ്രയെ വിവാഹം കഴിച്ചു. അതിൽ അഭിമന്യു ഉണ്ടായി. മറ്റുള്ളവരും ഓരോ വിവാഹം കഴിച്ചു. അവർക്കും ഓരോ പത്നിമാരില് വേറെയും കുട്ടികൾ ഉണ്ടായി. അതെല്ലാം ഇനി പറയുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് പറയാം. അങ്ങനെ 12 വർഷ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമെല്ലാം അവർ പൂർത്തിയായി. അവിടെ വെച്ച് വിരാട രാജധാനിയിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവിന്റെ മകളുമായിട്ട് അഭിമന്യുവിന്റെ വിവാഹമെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ദൂതുമായിട്ട് രാജാവിനെ പറഞ്ഞയച്ചു. പല പല ആളുകളുമായിട്ട് സന്ധ്യ സംഭാഷണത്തിന് ഹസ്തിനാപുരത്തിൽ വന്നു. പക്ഷെ എല്ലാവരെയും അപമാനിതരായിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അവസാനം ഭഗവാൻ തന്നെ ആ സമാധാന സംഭാഷണത്തിനായിട്ട് ദൂതുമായിട്ട് വന്നു. അദ്ദേഹത്തിനെയും അപമാനിച്ച് പിടിച്ചു കെട്ടാമെന്നുള്ള ഒരു ധാരണയുണ്ടായി. പക്ഷെ ഭഗവാൻ തന്റെ വിശ്വരൂപമെല്ലാം കാണിച്ചു കൊടുത്ത് അവരെയെല്ലാം മോഹിതരായിട്ട് പോയി. അവിടെ ചെന്ന് വിവരം പറഞ്ഞു. വേദവ്യാസ മഹർഷിയെയും ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും വിതുരരെയും വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധം തന്നെ, യുദ്ധം അനിവാര്യമാണ്, ധർമ്മയുദ്ധം, മെക്കിട്ട് കയറാനുള്ളതല്ല, മറിച്ച് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് അംഗീകരിച്ചത് പിടിച്ചെടുക്കാനുള്ളത്, അർഹതയുള്ളത് തിരിച്ചെടുക്കാനുള്ള യുദ്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ വേദിയെല്ലാം നിശ്ചയിക്കപ്പെട്ടു. വളരെ സമനിരപ്പായിട്ടുള്ള ആ 13 യോജന നീളവും 14 യോജന വീതിയുമുള്ള നമ്മുടെ കുരുക്ഷേത്ര ഭൂമിയാണ് യുദ്ധത്തിനായിട്ട് തെരഞ്ഞെടുത്തത്. കുരുക്ഷേത്ര ഭൂമി ധർമ്മക്ഷേത്രമാണ്, ധർമ്മഭൂമിയാണ്.
കുരുമഹാരാജാവ് അവിടെ 100 വർഷം തപസ് ചെയ്തിട്ട് ധർമ്മം വിളയിച്ച സ്ഥലമാണ്. കാരണം തന്റെ രാജ്യത്ത് അല്പനേരത്തേക്ക് വരൾച്ചയെല്ലാം വന്ന സമയത്ത് അദ്ദേഹം അവിടെ രാജസൂയ യാഗവും അശ്വമേധ യാഗവും അനേക യാഗങ്ങളും ചെയ്തു. ഈ യാഗങ്ങളെല്ലാം ചെയ്ത് 100 അടുത്തെത്തിയ സമയത്ത് ഇന്ദ്രന് ഭയം വന്നു. കാരണം ആരാണ് 100 യാഗങ്ങൾ ചെയ്യുന്നത് അവൻ ശതക്രതു എന്ന പേരിൽ അറിയപ്പെടും. അവനായിരിക്കും അടുത്ത ദേവേന്ദ്രൻ. നേരത്തെ പറഞ്ഞു എല്ലാ പദവികളും താൽക്കാലികമാണെന്ന്. എലക്ഷൻ നടക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ആരെയും 100 യാഗങ്ങൾ ചെയ്യാൻ നമ്മുടെ ദേവേന്ദ്രൻ ഒരിക്കലും സമ്മതിക്കാറില്ല. 95, 96 ആകുമ്പോഴേക്കും കുരുമഹാരാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്തിനാ താങ്കൾ യാഗം ചെയ്യുന്നത്? താങ്കൾക്ക് മഴ ലഭിച്ചാൽ മതിയില്ലേ, ഞാൻ തരാം. അല്ല, താങ്കൾക്ക് അമൃത് വേണോ, അപ്സണ്ടത് എല്ലാം ഞാൻ എത്തിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടികളെല്ലാം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണം. തഥാസ്തു, അംഗീകരിച്ചു ദേവേന്ദ്രൻ. പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ കൊട്ടാരത്തില് മുഴുവൻ ധനവും മറ്റുള്ള ഐശ്വര്യാദി വസ്തുക്കളെ കൊണ്ട് നിറയണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല കുരുജാങ്കലം അല്ലെങ്കിൽ കുരുക്ഷേത്രം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആരാണോ മരിക്കുന്നത് അവൻ മനുഷ്യനായിക്കോട്ടെ, നരനോ വാനരനോ പക്ഷിമൃഗാദികളോ എന്തുമായിക്കോട്ടെ, അവരെല്ലാം അങ്ങയുടെ രാജ്യത്ത് ഇന്ദ്രലോകത്ത് എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അല്പം ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും തന്റെ സ്ഥാനം പോകുമോ എന്ന ഭയത്താല് ദേവേന്ദ്രൻ അതും സമ്മതിച്ചു. തഥാസ്തു. അങ്ങനെ ആരാണ് കുരുക്ഷേത്ര ഭൂമിയില് സ്വാഭാവിക മരണം ഉണ്ടാകുന്നത് അവരും അവിടെ ക്ഷത്രിയ രാജാക്കന്മാർക്ക് കിട്ടാവുന്ന ആ ക്ഷത്രിയ വീരസ്വർഗം എത്തിച്ചേരും. അതുകൊണ്ട് എല്ലാവരും മരണസമയമാകുന്ന സമയത്ത് ആ കാലഘട്ടത്തില് ആ കുരുക്ഷേത്ര ജാങ്കലം കുരുജാങ്കലം അല്ലെങ്കിൽ കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിച്ചേരുകയാണ് പതിവ്. അതുകൊണ്ട് വേദവ്യാസ മഹർഷി പറഞ്ഞു, നമുക്ക് യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ ചെയ്യാം. കാരണം ലക്ഷക്കണക്കിന് ആളുകളും മരിക്കും. കാരണം ഇതിന്റെ അന്ത്യം എന്താവുമെന്ന് അറിയില്ല. ഭഗവാൻ അവതരിച്ചത് തന്നെ ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പുരുഷന്മാർ ജീവിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യാം. അത് സമതല പ്രദേശമാണ്. അവിടെ എല്ലാവർക്കും നിരന്നു നിൽക്കുവാനായിട്ട് സാധിക്കും. ശിബിരങ്ങളും കൂടാരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെന്റുകളും എല്ലാം അടിക്കാം. അവിടെ നീർച്ചാലുകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അത് ദേവഭൂമിയാണ്, പിതൃഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. അങ്ങനെ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ ആ യുദ്ധം ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. പുണ്യമായിട്ടുള്ള ദിവസവും നിശ്ചയിച്ചു. അങ്ങനെ ഗീതാ ജയന്തി ദിവസം നമ്മുടെ ആ മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് യുദ്ധം ആരംഭിച്ചു. അവിടേക്ക് എല്ലാ ആളുകളും 2-3 ദിവസം മുന്നേ തന്നെ അവിടെ എത്തി. അവിടെ കൂടാരങ്ങളും തമ്പുകളും എല്ലാം അടിച്ച് അവിടെ വിവരിച്ചു. നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളും എല്ലാം എഴുതിയുണ്ടാക്കി. രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ശംഖുവിളി ആരംഭിച്ചാൽ യുദ്ധം ആരംഭിക്കണം. അടുത്ത ശംഖു വിളിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിർത്തണം. പിന്നെ ആയുധങ്ങൾ എടുക്കരുത്. എല്ലാവരും സുഹൃത്തുക്കളെ പോലെ പെരുമാറണം. പിന്നെ അവിടെ ശത്രുതയില്ല. രാത്രി ആർക്ക് എവിടെ വേണമെങ്കിലും പോകാം, വിശ്രമിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെ? അതുപോലെ തന്നെ കുതിരപ്പുറത്തിരിക്കുന്ന ആളോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ആനപ്പുറത്തിരിക്കുന്നവനും അങ്ങനെ തന്നെ, കാലാള് അങ്ങനെ തന്നെ, തേരിലിരിക്കുന്നവനും രഥത്തിലിരിക്കുന്നവനും എല്ലാവരും അങ്ങനെ തന്നെ. അങ്ങനെ വ്യവസ്ഥകളും എല്ലാം ഉണ്ടാക്കി. രതിരതിയോടും അതിരഥനോടും മഹാരഥനോടും മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ആയുധം പറഞ്ഞ് കുറച്ചു നേരം വിശ്രമിക്കാനോ സുല്ലു പറഞ്ഞു കഴിഞ്ഞ് ഉപദ്രവിക്കാൻ പാടില്ല. മുറിവേറ്റവരെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ അവരെയും ഉപദ്രവിക്കാൻ പാടില്ല. സൂതനെയോ അതുപോലെ തന്നെ മറ്റുള്ളവരെയോ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. ഇതെല്ലാം ആദ്യം എഴുതിയുണ്ടെങ്കിലും പിന്നീട് അത് ലംഘിക്കുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വ്യവസ്ഥകളെല്ലാം ഉണ്ടായിട്ട് യുദ്ധം ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സന്ദേശവാഹകരെല്ലാം എത്തിയിട്ട് ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അവിടെ യുദ്ധം ആരംഭിച്ചു, അങ്ങ് അറിഞ്ഞില്ലേ? അതാ നമ്മുടെ ഭീഷ്മ പിതാമഹൻ അർജുനന്റെ ശരമേറ്റ് അതാ ശരീരത്തില് ഇനി സൂചി കുത്തുവാനായിട്ട് സ്ഥലമില്ല. എല്ലാ രോമകൂപങ്ങളിലും അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ശരങ്ങളെല്ലാം ഏറ്റ ഒരു ശരശയ്യ പോലെയായിട്ട് ഭീഷ്മ പിതാമഹൻ സ്വച്ഛന്ദമൃത്യുവായിട്ടുള്ള അങ്ങയുടെ പിതാമഹൻ നിലം പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ധൃതരാഷ്ട്ര മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധമെല്ലാം തിരിച്ചു കിട്ടി. എഴുന്നേറ്റു, സഞ്ജയനെ വിളിച്ചു. സഞ്ജയ, വരൂ എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തേരാളിയും ഹൃദയം സൂക്ഷിപ്പുകാരനും അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുമസ്തനും എല്ലാമായിരുന്ന ആ സൂതന്റെ ഗവൽഗണനന്റെ പുത്രനായിട്ടുള്ള സഞ്ജയൻ വന്നു.
ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അടുത്തേക്ക്. അല്ല സഞ്ജയ, നീ അറിഞ്ഞില്ലേ യുദ്ധം ആരംഭിച്ചത്? സഞ്ജയൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങേക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം യുദ്ധം ആരംഭിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വേദവ്യാസ മഹർഷി കൊട്ടാരത്തിൽ വന്നു. ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ജ്ഞാനദൃഷ്ടിയോട് കൂടിയിട്ട് തന്റെ പുത്രനായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു. അല്ലയോ പുത്ര ധൃതരാഷ്ട്ര മഹാരാജാവേ, യഥോ ധർമ്മസ്തോ ജയ, എവിടെയാണ് ധർമ്മം അവിടെയാണ് വിജയം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരിൽ ഇതൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങയുടെ പുത്രന്മാർ എല്ലാവരും മരിക്കും. അങ്ങയുടെ പുത്രന്മാർ മാത്രമല്ല, അദ്ദേഹത്തിനോട് ആ ഐക്യം വെച്ചു പുലർത്തുന്ന, അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് വരുന്ന സകലരും മരിക്കും. പാണ്ഡവർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. പിന്നെ ചിരഞ്ജീവികളായിട്ടുള്ള കുറച്ചുപേരും അദ്ദേഹത്തിനോട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള കുറച്ച് ആളുകളും മാത്രം. ബാക്കി എല്ലാവരും മരിക്കും. അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പറയൂ, ഞാനത് സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, എനിക്ക് യുദ്ധം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല, ജന്മനാ അന്ധനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഘോര യുദ്ധം കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കുറച്ച് സമയത്തേക്ക് എനിക്ക് ആ ഒരു എന്റെ അന്ധത മാറ്റിയിട്ട് എനിക്ക് കാണാനുള്ള നേത്രങ്ങൾ തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. വേദവ്യാസ മഹർഷി പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും തരാം. പക്ഷേ നിന്റെ മക്കളെല്ലാം മരിക്കുന്നത് നിനക്ക് കാണുവാനുള്ള ശേഷിയുണ്ടോ പുത്രാൻ ചോദിച്ചു. ഇത് കേട്ടതോട് കൂടിയിട്ട് വീണ്ടും വിഷമം വന്നു, അദ്ദേഹത്തിന് ദുഃഖം വന്നു. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, പക്ഷെ എനിക്ക് കാര്യങ്ങളെല്ലാം അറിയണം. അതുകൊണ്ട് അല്ലയോ വേദവ്യാസ മഹർഷി, അങ്ങയുടെ നല്ല അരുമ ശിഷ്യനായിട്ടുള്ള ഈ സഞ്ജയന് അങ്ങ് ഉപദേശിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള സഞ്ജയന് വേദവ്യാസ മഹർഷി ആ ദിവ്യചാക്ഷുഷി മന്ത്രം, ദിവ്യനേത്രങ്ങൾ കൊടുത്തു. അതായത് ഒരു സ്ഥലത്തിരുന്ന് ഈ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ ഏത് സ്ഥലത്തെ കാര്യങ്ങളാണ് കാണേണ്ടത്, എന്ത് കാഴ്ചകളാണ് കാണേണ്ടത്, അതെല്ലാം നമ്മളിപ്പോ ടി വിയിൽ കാണുന്ന പോലെ, മൊബൈലിൽ കാണുന്ന പോലെ സാറ്റലൈറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് വേറെ ഏതോ കിലോമീറ്റർ കണക്കിന് ദൂരെയുള്ള വസ്തുക്കളെയും അവിടെ നടക്കുന്ന സംഭാഷണങ്ങളും അവിടെ നടക്കുന്ന ദൃശ്യങ്ങളും എന്തിന് അവരുടെ മനോനില കൂടി അറിയാനുള്ള ഒരു കഴിവ് ഈ മന്ത്രത്തിനുണ്ട്. അങ്ങനെ ആ സഞ്ജയൻ അതെല്ലാം പഠിച്ചു, ഹൃദ്യസ്ഥമാക്കി. അങ്ങനെ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത് കാണുകയും ഇടയ്ക്കിടയ്ക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ പോയിട്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞു വരികയും ചെയ്തു. പക്ഷെ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. കാരണം പാപം വിഷമിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ദൂതന്മാരെല്ലാം വന്ന്, ചാരന്മാരെല്ലാം വന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് അറിയുവാനുള്ള താല്പര്യം വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഞ്ജയ, എനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ജയൻ ആ യുദ്ധം ആരംഭിച്ച 1-ാം ദിവസം മുതലുള്ള കാര്യങ്ങൾ കുറച്ച് സംക്ഷിപ്തമായിട്ട്, സംഗ്രഹമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും ധൃതരാഷ്ട്ര മഹാരാജാവിന് താല്പര്യം വന്നില്ല, അദ്ദേഹത്തിന് സുഖം കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, സഞ്ജയ, നീ 1-ാം ദിവസം മുതൽ രാവിലെ മുതൽ അല്ലെങ്കിൽ തലേദിവസം മുതലുള്ള കാര്യങ്ങള് വള്ളിപ്പുള്ളി വിടാതെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ യജമാനന് വേണ്ടിയിട്ട്, തന്റെ മഹാരാജാവിന് വേണ്ടിയിട്ട്, തന്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട് സഞ്ജയൻ നമ്മുടെ ആ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങള് എല്ലാം വളരെ കൃത്യമായിട്ട് സ്വന്തം ലേഖകനെ പോലെ ധർമ്മിഷ്ഠനായിട്ട് യാതൊരു തരത്തിലും കള്ളമോ തൻ്റെതായിട്ടുള്ള അഭിപ്രായമോ ഒന്നും പറയാതെ അവിടെ പറയുന്ന കാര്യങ്ങള് നമ്മുടെ സ്വന്തം ലേഖകനെ പോലെ പറയുകയാണ്, നിഷ്പക്ഷനായിട്ട് പറയുകയാണ്. അതേസമയം ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാനും പാടില്ല. ഈ യുദ്ധം മാറ്റിവെക്കാനുള്ള സകല പരിശ്രമവും സഞ്ജയൻ ഇടയ്ക്ക് പരോക്ഷമായിട്ടുള്ള വാക്കുകളിൽ കൂടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സഞ്ജയൻ അവിടെ 1-ാം ദിവസം മുതൽ, യുദ്ധാരംഭം മുതല്, നമ്മുടെ ഗീതാദിനം മുതല് ഭഗവാൻ പറയുന്നത്. അങ്ങനെ രണ്ട് സൈന്യങ്ങളും അണിനിരന്നു മുഖാമുഖം. 7 അശ്വഹിണി സേനകളാണ് പാണ്ഡവർക്കുണ്ടായിരുന്നത്. 23,470 രഥങ്ങള്, അത്രയും തന്നെ ആനകള്, 63,000 കുതിരകള്, 97,000 കാലാള്. ഇതാണ് ഒരു അശ്വഹിണി സേന. ഇതുപോലത്തെ 7 അശ്വഹിണി സേനകള് പാണ്ഡവർക്കുണ്ടായിരുന്നു. 11 അശ്വഹിണി സേനകളാണ് കൗരവർക്കുണ്ടായത്. ഓരോ അശ്വഹിണി സേനയെയും നിയമിക്കാനായിട്ട് ഓരോ മഹാരഥികൾ ഉണ്ടായിരുന്നു, സൈന്യാധിപന്മാരുണ്ടായിരുന്നു. ഇവരെയെല്ലാം നിയന്ത്രിക്കുവാനായിട്ട് സർവ്വസൈന്യാധിപനും ഉണ്ടായിരുന്നു. പാണ്ഡവരുടെ സർവ്വസൈന്യാധിപൻ ദ്രൗപദിയുടെ സഹോദരനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നനായിരുന്നു.
ആ അഗ്നിയിൽ നിന്ന്, യാഗത്തിൽ നിന്നും ഉടലെടുത്തവൻ, ദ്രോണാചാര്യരെ വധിക്കുവാനായിട്ട്. അവിടെ കൗരവരുടെ സർവ്വസൈന്യാധിപൻ ഭീഷ്മ പിതാമഹനായിരുന്നു. കാരണം അദ്ദേഹത്തിനേക്കാളും വലിയൊരു സൈന്യാധിപൻ വേറെ ഇല്ല. കാരണം പരശുരാമനെയും മറ്റു ദേവന്മാരെയും മറ്റുള്ള എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചവരാണ്. സ്വച്ഛന്ത മൃത്യുവാണ്. അങ്ങനെ മുഖാമുഖം നിന്നു 13 വർഷമായിട്ട് അർജുനൻ ആരെയും കണ്ടിട്ടില്ല. കാരണം 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവുമായിരുന്നു. അങ്ങനെ തന്റെ സേനയിൽ ആരൊക്കെയാണുള്ളത്, മറു സൈന്യത്തിൽ ആരൊക്കെയാണുള്ളത്, ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ആരൊക്കെയാണ് എന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യേണ്ടത്, അല്ലയോ ഗോവിന്ദ, 2 സൈന്യത്തിന്റെയും നടുവില് എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ, ഞാൻ എല്ലാവരെയും വിശദമായിട്ടൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കാരണം 13 വർഷമായിട്ട് യാതൊരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം അവിടെ 2 സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അർജുന, നിന്റെ വംശക്കാരായിട്ടുള്ള കുരുവംശക്കാരായിട്ടുള്ള നിന്റെ സൈന്യത്തെയും എതിർ സൈന്യത്തെയും നോക്കിക്കോളൂ, ഇനി ആരും അവശേഷിക്കില്ല. നിന്റെ പിതാമഹനോടാണ്, മുത്തച്ഛനോടാണ് നീ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, നിന്റെ ആചാര്യനോടാണ് നീ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, നിന്റെ വല്യച്ഛന്റെ മക്കളോടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, നീ നിന്റെ ബന്ധുമിത്രാദികളോടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ടോടുകൂടി അർജുനൻ കൊളാപ്സ്. അദ്ദേഹത്തിന് ഹിസ്റ്റീരിയ ബാധിച്ചു. കാരണം അദ്ദേഹം ശത്രുക്കളെ കാണുവാനാണ് വന്നത്. എവിടെ നോക്കിയാലും ബന്ധുമിത്രാദികള്, പിതാമഹന്മാര്, പിതാവിന് തുല്യം സ്നേഹിക്കേണ്ടവര്, ബഹുമാനിക്കേണ്ടത്, സഹോദരന്മാര്, അളിയന്മാര്, ഭാര്യയുടെ പിതാക്കന്മാര്, ഭാര്യയുടെ സഹോദരന്മാര്, ഇങ്ങനെ തന്റെ സ്വന്തം സൈന്യത്തിലും എതിർ സൈന്യത്തിലും ബന്ധുമിത്രാദികൾ തന്നെ, കൂടെ പഠിച്ചവര്, കൂടെ കളിച്ചവര്. അദ്ദേഹത്തിന് ശത്രുവിനെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് കരയാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശോകമെല്ലാം ദുഃഖമെല്ലാം മാറ്റുവാനായിട്ട്, യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വദുരിതങ്ങളും സർവ്വദുഃഖങ്ങളും മാറുന്നുവോ അങ്ങനെയുള്ള ബ്രഹ്മവിദ്യയായിട്ടുള്ള യോഗശാസ്ത്രമായിട്ടുള്ള സർവ്വവേദവേദാന്ത സാരസർവസ്വമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കാൻ ആരംഭിച്ചത്. കാരണമുണ്ട്. കാരണം യുദ്ധാരംഭത്തിന് 5-6 ദിവസം മുന്നേ ധൃതരാഷ്ട്ര മഹാരാജാവിന് വേദവ്യാസ മഹർഷിയിൽ നിന്ന് നേരത്തെ പറഞ്ഞുള്ള സന്ദേശമെല്ലാം ലഭിച്ചു. തന്റെ പുത്രന്മാരൊന്നും അവശേഷിക്കില്ല, താൻ അനാഥനാവുന്നെല്ലാം വിചാരിച്ചിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് ഈ യുദ്ധം ഒഴിവാക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവസാനം അദ്ദേഹത്തിന് ഒരു പിടികിട്ടി. അവിടെ അർജുനൻ ഉള്ളത് കൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. കാരണം അർജുനനാണ് അവരുടെ എല്ലാവരുടെയും ശക്തി കേന്ദ്രം. ഇവിടെ ദുര്യോധനൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കർണൻ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ ഭീഷ്മ പിതാമഹനോ ദ്രോണാചാര്യരോ ഉള്ളത് കൊണ്ടല്ല. അതുപോലെ തന്നെ എതിർ സൈന്യത്തില് അർജുനനാണ് അവരുടെ ശക്തി കേന്ദ്രം, ബുദ്ധി കേന്ദ്രം. അർജുനനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ യുധിഷ്ഠിരനും അവിടെ നിന്ന്, ധർമ്മിഷ്ഠനാണ്, ധർമ്മപുത്രനാണ്, ധർമ്മത്തെ പുത്രസമാനം കാണുന്നവരാണ്, അദ്ദേഹം ഒഴിയുമെന്നുള്ളൊരു വിചാരം നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവിനുണ്ടായി. അദ്ദേഹം വളരെയധികം സെന്റിമെന്റൽ ആയിട്ട്, ഹൃദയത്തെ ഭേദിക്കുന്ന രീതിയിൽ, കണ്ണിൽ നിന്നെല്ലാം ധാരധാരയായിട്ട് കണ്ണീര് വീഴുന്ന തരത്തിലുള്ള ഒരു എഴുത്ത്, ഒരു സന്ദേശം സഞ്ജയന്റെ കയ്യില് നമ്മുടെ അർജുനന് കൊടുത്തേച്ചു. വേറെ ആരും കാണരുത്, അർജുനൻ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇത് അദ്ദേഹത്തിന് കൊടുക്കുക, വായിച്ചു കഴിയുന്നവരെ നീ അവിടെ നിൽക്കണം, എന്നിട്ട് വിവരങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് സഞ്ജയൻ എഴുതി. അല്ലയോ എന്റെ പ്രിയപ്പെട്ട പുത്ര, ഉണ്ണി, പൊന്നുമോനെ, നീ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? നിന്റെ വല്യച്ഛനായിട്ടുള്ള ഞാനും ഗാന്ധാരി വല്യമ്മയും അനാഥമാവില്ലേ? എനിക്കറിയാം എന്റെ പുത്രന്മാരെല്ലാം ദുർമൂർത്തികളാണ്, അവരെല്ലാം ദുഷ്പ്രവൃത്തികളാണ്, നിങ്ങളെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ അറിയാം. എന്നിരുന്നാലും വല്യച്ഛന്റെ ഒരു യാചനയായിട്ട് നിങ്ങൾ കണക്കാക്കണം. ദയവ് ചെയ്തിട്ട് യുദ്ധം ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ട സമ്പത്തും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാം. നിങ്ങൾ വീണ്ടും ഒരു 12 വർഷം കൂടി വനവാസത്തിന് പോകൂ. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാര്യഗൗരവമെല്ലാം ദുര്യോധനോടും ദുശാസനോടുമെല്ലാം സംസാരിച്ച് ആ രാജ്യം, അതായത് ഇന്ദ്രപ്രസ്ഥം നിങ്ങൾക്ക് തന്നെ വിട്ടുതരാനുള്ള ഇത് ചിന്തിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് വാർദ്ധക്യം വന്നിരിക്കുന്നു, ഇത് ചിലപ്പോ എന്റെ അവസാനമായിരിക്കും. പുത്രദുഃഖത്താൽ മരിക്കേണ്ട ഒരു അവസരം നീയായിട്ട് ഉണ്ടാക്കരുത്. നിന്റെ മാതാവ് ഇവിടെയുണ്ട്, കുന്തിദേവിയും വളരെ വിഷമത്തിലാണ്. നിന്റെ അമ്മ,
നിന്റെ കാണാനായിട്ട് എപ്പോഴും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും നീ വിധവയാക്കല്ലേ, ഞങ്ങളെ ഒഴിവാക്കല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഹൃദയത്തിൽ തട്ടുന്ന ഭാഷയിൽ അദ്ദേഹം സന്ദേശം അയച്ചു. ഇത് കേട്ടതോട് കൂടിയിട്ട് അർജുനന്റെ ആ മനോധൈര്യമെല്ലാം ചോർന്നു പോയി, വീരശൂരത്വമെല്ലാം. അതുവരെയ്ക്കും ദുര്യോധനെ വധിക്കണം, ദുശാസനെ വധിക്കണം, കർണനെ വധിക്കണം എന്നെല്ലാം ചിന്തിച്ചിരുന്ന അദ്ദേഹം ഈ ഒരു സന്ദേശം വായിച്ച ഉടനെ തന്നെ ഒന്നുമല്ലാതായി. പക്ഷെ ഇതെല്ലാം ഗോവിന്ദൻ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി നടക്കുന്ന കാര്യങ്ങളെല്ലാം. ശരി, സാഹചര്യം വരുമ്പോൾ അതെല്ലാം പറയാമെന്ന് വിചാരിച്ച് അദ്ദേഹം നിശബ്ദനായിരുന്നു. കാരണം അർജുനൻ പറഞ്ഞില്ലേ ഉത്തമ സുഹൃത്തായിട്ടും. പക്ഷെ പരമാത്മാവായിട്ടുള്ള അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവിടെ തന്റെ ബന്ധുമിത്രാദികളെല്ലാം ഉവാച പാർത്ഥ പശ്യേത്താൻ സമവേദാൻ കുരുനിധി, അല്ലയോ പാർത്ഥ, കുരുവംശജരായിട്ടുള്ള നിന്റെ ആളുകളെയും ഇവരെയും കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയമെല്ലാം സ്തംഭിച്ചു. ആ സങ്കല്പ വികല്പങ്ങളെല്ലാം വന്നു. കാമക്രോധ മോഹലോഭങ്ങള്, ദയ, ദാക്ഷീണം, കരുണ എല്ലാം വന്നു. ഗോവിന്ദ, ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല, എനിക്ക് വനവാസത്തിന് പോകണം, ഞാൻ എൻ്റെ വല്യച്ഛന്റെ മക്കളെ ഉപദ്രവിക്കില്ല, എനിക്ക് സുഖമായിട്ട് ശാന്തിയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് 2 ഉരുള കഴിച്ചാൽ മതി, ഈ രാജഭോഗങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ഇതെല്ലാം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ആ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ, തലമണ്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഛർദിക്കുവാനായിട്ട് ആരംഭിച്ചു. ഗോവിന്ദന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ സാഹചര്യമല്ല, അദ്ദേഹത്തിന്റെ അജ്ഞാനമാണ്. ഇവിടെ സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അവിടെ വല്യച്ഛനെന്നോ ചെറിയച്ഛനെന്നോ അവിടെ ഗുരുവെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ യാതൊന്നുമില്ല. സ്വധർമ്മം അനുഷ്ഠിക്കൂ. അങ്ങനെ അദ്ദേഹത്തിന് സ്വധർമ്മം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സർവവേദ വേദാന്ത സാര സർവസ്വമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോൾ അർജുനന് കരുത്തു വന്നു. അദ്ദേഹത്തിന് ആ ജ്ഞാനമെല്ലാം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗോവിന്ദ കരിഷ്യേ വചനം തവഹ, എന്റെ മോഹമെല്ലാം വ്യാമോഹമെല്ലാം തീർന്നിരിക്കുന്നു, എനിക്ക് ജ്ഞാനം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്ത് അപരാധമാണ്, വിഡ്ഢിത്തമാണ് ഞാൻ പറഞ്ഞത്, ഇതെന്റെ സ്വധർമ്മമാണ്, ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ ഇവരെയെല്ലാം ആ വയലിലെ കളകളെ പോലെ വലിച്ചെറിയും എന്ന് പറഞ്ഞ് ആ 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആ മഹാഭാരത യുദ്ധത്തിന്, കുരുക്ഷേത്ര യുദ്ധത്തിന് ധൈര്യം നൽകിയത്, ഊർജം നൽകിയത് നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയാണ്. അതുപോലെ ജീവാത്മാവായിട്ടുള്ള നമ്മളും വ്യാമോഹം കാരണം, അജ്ഞാനം കാരണം, അല്ലെ, കാമക്രോധ മോഹലോഭങ്ങളാൽ, ഭൗതിക പ്രകൃതിയുടെ സത്വരജോ തമോ ഗുണങ്ങളാൽ ഇങ്ങനെ ദുഃഖിതരായിട്ട് ശാന്തിയും സമാധാനവും ഇല്ലാതെ കഴിയുകയാണ്. അതിനുള്ള ഏകമരുന്നാണ് ശ്രീമദ് ഭഗവത്ഗീത. അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മുടെ ഗീതാ ജയന്തിയാണ്, നമ്മുടെ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ്. അന്ന് മുതൽ എല്ലാവരും ഔഷധമായിട്ട്, മരുന്നായിട്ട് നമ്മൾ ഇത് കണക്കാക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രീമദ് ഭഗവത്ഗീത വാങ്ങണം, വായിക്കണം, പ്രചാരം ചെയ്യണം. ഹരേ കൃഷ്ണ. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉപദേശിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ രണ്ട് ശ്ലോകങ്ങൾ നല്ലപോലെ വിശദീകരിച്ച് പഠിച്ച് നമ്മൾ ഒരു 2 വർഷം കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണമായിട്ട് പഠിക്കും. ഹരേ കൃഷ്ണ. അതിനുള്ള ഒരു സാഹചര്യം, അനുഗ്രഹം, ആയുരാരോഗ്യം നിങ്ങൾക്കും എനിക്കും തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവത്ഗീത നമ്മുടെ കയ്യിലേക്ക് വരുവാണ്. ഭഗവാന്റെ ആ ഭഗവത്ഗീത നമുക്ക് അനുഗ്രഹമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിന് കിട്ടാൻ പോവുകയാണ്. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പോ പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും ഇത് യാതൊരു എന്താ പറയാ ഒരു മുടക്കവും കൂടാതെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ഈ ഭഗവത്ഗീത കിട്ടാൻ, അതും ഈ ദിവസം തന്നെ, പ്രത്യേകതയുള്ള ഈ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം തന്നെ നമുക്കതിനുള്ള ഭാഗ്യം വന്ന് ചേർന്നിരിക്കുകയാണ്. സോ എല്ലാവരും ഒരു 3 പ്രാവശ്യം അദ്ദേഹത്തിന് ആദരവപൂർവ്വം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കമന്റ്സ് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഇത് എനിക്ക് യൂട്യൂബില് ഇത് ഇട്ട് തരുമോ? മാതാജിക്കല്ല, എല്ലാവർക്കും ഇട്ടുകൊടുക്കും. ഹരേ കൃഷ്ണ. എന്നിടും ഇന്ന് തൊട്ട് തുടങ്ങും. ഹരേ കൃഷ്ണ. പ്രഭു, ഇത് ഇന്ന് പറഞ്ഞത് ഇടണം. ഉറപ്പായിട്ട് ഇടാൻ
ഹരേ കൃഷ്ണ. ഹരിബോൾ. ശ്രീകുമാർ പ്രഭു, ഹരേ കൃഷ്ണ. ശ്രീപതി പ്രഭു. പറഞ്ഞാട്ടെ. ഹരിബോൾ വളരെ വളരെ രസകരവും വളരെ എന്താ പറയാ കറക്റ്റായിട്ട് എല്ലാം ആ ചരിത്രങ്ങൾ സൂര്യവംശത്തെക്കുറിച്ചും ചന്ദ്രവംശത്തെക്കുറിച്ചും ആ പരമ്പരകളെല്ലാം ഒരു കണ്ണി പോലും മുറിയാതെ വളരെ വിശദമായിട്ട് തന്നെ പ്രഭു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹാഭാരത യുദ്ധത്തിലേക്ക് വഴിതെളിച്ച എല്ലാ സംഭവങ്ങളും ഒന്നുപോലും വിടാതെ പ്രഭു നന്നായിട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷം. വളരെ വളരെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. പ്രഭുവിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ഞാനും ഉണ്ടാവും ഇനി തൊട്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വലിയ ഉപകാരം. ആചാര്യ ലെവലിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. സോ 10-70 പേരടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പത്മനാഭന്റെ സുഹൃതമാണ്. ഇനി ആരാ? ശശീബ മാതാജി എന്തോ പറയാമോ? അല്ല, ഹരേ കൃഷ്ണ പ്രഭു. ഈ പേരുകളൊക്കെ പ്രഭുത്വം പറയാണോ? അത് കണ്ട് മനസ്സെല്ലാം ബുക്ക് നോക്കാതെ പറയാം. എത്രയും പേരുകൾ പ്രഭുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക. പ്രഭു എവിടെ നോക്കുന്നതായിട്ട് തോന്നില്ല, മുഖത്ത് നോക്കി പറയുന്നതേ തോന്നുന്നേ. ഒരുപാട് പേരുകളില്ലേ ഇതില്. ഒരു അതിശയമായിട്ട് തോന്നി. ഹരേ കൃഷ്ണ. രഹസ്യം എന്തോ പ്രഭു? പ്രഭു ഹരേ ഇത് കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ പ്രഭുജി എങ്ങനെ പ്രഭു ഈ കറക്റ്റ് ഈ ആ സമയത്ത് പ്രഭു നിർത്തുന്ന എങ്ങനെ പ്രഭു? അതൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഹരേ കൃഷ്ണ. എനിക്കറിയാം. അതുകൊണ്ട് 2 മിനിറ്റ് നേരത്തെ കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ആയിട്ട് പ്രഭു അത്രയും ഉണ്ട്. ഇനി ഒരു അരമണിക്കൂർ കൊടുത്താലും പ്രഭുവിന് പറയാനുണ്ട്. പറഞ്ഞാട്ടെ പ്രഭു. പങ്ക്ച്വാലിറ്റി, ഒരു കൃത്യത എല്ലാത്തിലുണ്ടായിരിക്കണം. ജീവിതത്തിൽ ഒരു കൃത്യത ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സമയത്തിനെ കുറിച്ച് നമ്മുടെ ഡിവോട്ടീസിന് ഇല്ലാത്തൊരു ഗുണമാണ്. പക്ഷെ പ്രഭുപാദര് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ഗുണമാണ്. കൃത്യസമയത്ത് മംഗളാരതി ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുക, ജോലിക്ക് പോകുക, എന്തായിക്കോട്ടെ, കൃത്യത പാലിക്കണം ജീവിതത്തിൽ. പങ്ക്ച്വാലിറ്റിക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോ അത് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വേണമെങ്കിലും കാശ് കൊടുത്ത് വാങ്ങാം. പക്ഷെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു സാധനം എന്താണ്? സമയം. സമയം വളരെ ബലപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും സമയത്തിന് നല്ല വില കൊടുക്കുക. ഹരേ കൃഷ്ണ. സമയം ഈശ്വരനാണ്. ഹരേ കൃഷ്ണ. വേറെ കമന്റ്സ്? മന്ത്രമായിരുന്നു പറഞ്ഞു കൊടുത്തേ പ്രഭു. കേട്ടില്ല മാതാജി, ഒന്നുകൂടെ. സഞ്ജയന് വ്യാസദേവൻ എന്ത് മന്ത്രമായിരുന്നു പറഞ്ഞു കൊടുത്ത? മന്ത്രത്തിന്റെ പേര് ദിവ്യ ചാക്ഷുഷി മന്ത്രം. ദിവ്യ ചാക്ഷുഷി. ഹരേ കൃഷ്ണ. അത് പഠിച്ചെടുക്കാനുള്ള പരിപാടി ഉണ്ടോ? ഒന്ന് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ മാതാജിക്ക് അതുപോലെ കാണാനായിട്ട് സാധിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കൊല്ലം മതി. അതുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല. അപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കുറെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടി. ചിലർ ചോദിക്കല്ലോ ഇതിങ്ങനെ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇത്രയും പേരുകൾ മനസ്സിലായപ്പം ഇത്ര ആൾക്കാരുണ്ടെന്നുള്ളതല്ലേ അതിന്റെ സത്യം. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഈ ദിവ്യ ചാക്ഷുഷി മന്ത്രം എന്ന ബുക്ക് എവിടെ കിട്ടും? അത് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചാൽ മതി. അത് കൊള്ളാം. നാളെ തന്നെ പഠിക്കാൻ പോവാ. രാജ്മാതാജി പറയൂ. ബല കെടുത്ത് ദാഹമില്ലാതിരിക്കാൻ, അതിബല വിശപ്പില്ലാതിരിക്കാൻ, ബല അതിബല കുറെ ഉണ്ട്. പിന്നെ ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രാമായണത്തിൽ കുറെ പറയുന്നുണ്ട്. അതൊക്കെ അഥർവവേദത്തിലുണ്ട്. അഥർവവേദം വാങ്ങി പഠിച്ചാൽ മതി. വിശപ്പില്ലാതിരിക്കാനുണ്ട്. അതാണ് അതിബല അല്ലെ പ്രഭു? ബല അതിബല. ഭക്ഷണം കഴിക്കട്ടെ. ബല വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി ഇങ്ങനെ എത്രയും വിശദീകരിച്ച് പ്രഭുജി ഇനി മുതൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് കേട്ടിരിക്കാനായിട്ട് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു പ്രഭുജി. ഇത്രയും ഭംഗിയായിട്ടൊരു ക്ലാസ് ഒരിക്കലും മുമ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെ കിട്ടാൻ ഒരു ഭാഗ്യം കിട്ടിയത് വളരെ നന്ദിയുണ്ട് പ്രഭുജിക്കും. ഞാൻ വെറും ഒരു സേവകൻ.
മാതാ ഞാൻ ഒരു ആ കണ്ണിയുടെ അറ്റത്തുള്ള ചെറിയൊരു മുത്ത്, എന്നേക്കാളും വലിയ മുത്തുകളും രത്നങ്ങളുമാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ആദികർത്താ പ്രഭു, ഞങ്ങളുടെ പൈതൽ പ്രഭു, ജഗസാക്ഷി പ്രഭു, മനോഹർ പ്രഭു, ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്, ഭാരതത്തിലുമുണ്ട്. അപ്പൊ ആ ജ്ഞാനം സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അവരുടെയൊക്കെ ഏറ്റവും താഴ്ന്ന അങ്ങനെ വീരശൂര പരാക്രമികളുടെ പേരുകൾ 1, 2 ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ വല്ല 25-ലോ 30-ലോ അല്ലെങ്കിൽ 50-ലോ ഒക്കെ എടുക്കും. എന്നെക്കാളും മഹാരഥന്മാരൊക്കെ ഇങ്ങനെ ക്യാമന്മാരൊക്കെ ഉണ്ട്.